Good evening, everyone. ഞാൻ ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഓഡിയോ ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ കൺഫേം ചെയ്യൂ. ഓഡിയോ വീഡിയോ എല്ലാം ഓക്കെ അല്ലേ? പിന്നെ സ്ക്രീൻ പ്രസന്റ് ആവുന്നില്ലേ? യെസ്. എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ. ഓൾ റൈറ്റ്. വെൽക്കം എവറി വൺ. നമുക്ക് നമ്മുടെ ഓഡിറ്റിന്റെ റിവിഷൻ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിത്തൗട്ട് എനി ഡിലേ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓൾ റൈറ്റ്. ഞാൻ എന്നെ പെട്ടെന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സുഹൈൽ. ഐ എം എൻ ACCA മെമ്പർ ആൻഡ് ഞാനൊരു ഓൾമോസ്റ്റ് മോർ ദാൻ 5 years ആയിട്ട് അക്രോസ് ഇന്ത്യ സ്റ്റുഡൻസിന് ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് മൈ expertise papers are FR, audit, then AAA and SBR. ഇതാണ് എൻ്റെ ഇൻട്രസ്റ്റഡ് സബ്ജക്ട്സ്. ഓൾ റൈറ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമ്മുടെ റിവിഷൻ സെഷൻസ് 3 days ആയിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഇന്ന് നമ്മൾ പേപ്പർ ഇൻട്രൊഡക്ഷൻ പ്ലസ് ഓഡിറ്റ് റിസ്ക് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ദെൻ നാളെ നമ്മൾ ഇന്റേണൽ കൺട്രോൾസ്, ഓൾസോ കുറച്ച് MCQ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നുണ്ടാവും. പിന്നെ മറ്റന്നാളെ ഡേ 3 നമ്മൾ പ്രൊസീജിയേഴ്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. ഓൾ റൈറ്റ്. ഓക്കെ. എൻ്റെ സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ടോ? ഒന്ന് കൺഫേം ചെയ്യൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് അതൊന്ന് ഫിക്സ് ചെയ്യട്ടെ.
ചെയ്യാം. റൈറ്റ്. ഓൾ റൈറ്റ്. സോ ഇപ്പം എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. സോ ഒന്ന് കൺഫേം ചെയ്യോ എല്ലാം ഓക്കെ ആണെന്ന്? ഓക്കെ. ഓൾ റൈറ്റ്. സോ ഓക്കെ. സോ നമുക്ക് വളരെ ക്വിക്കായിട്ട് ഒരു ചെറിയൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ. ഇതൊരു നമ്മുടെ ഓവറോൾ സബ്ജക്റ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ക്യൂസ് ആണ്. നമുക്ക് പെട്ടെന്ന് ആ ടെസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷനിലോട്ട് പോവാം. ഓക്കെ. സോ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യാം, അത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ടെസ്റ്റ് നമുക്ക് ബ്രേക്കിന് ശേഷം നമുക്ക് അത് ചെയ്യാം. സോ ഇപ്പം നമുക്ക് ഡിസ്കഷനിലോട്ട് പോവാം. ഓക്കെ. ഓൾ റൈറ്റ്. സോ നമുക്ക് ഈ പേപ്പർ ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓവറോൾ എന്തൊക്കെ സബ്ജക്ട്സ് ആണ്, എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഈ പേപ്പറിലുള്ളത്. ഓൾസോ ഫ്രം ദി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ടെസ്റ്റ് ചെയ്യുക എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾ റൈറ്റ്. യാ. സോ നമുക്ക് ഓവറോൾ സിലബസിനെ ഒരു 5 മൊഡ്യൂളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് assurance and corporate governance and internal audit. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. The second module is the pre-acceptance stage of the audit. സോ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഓഡിറ്റർ ഒരു ഓഡിറ്റ് എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ്. സോ നമുക്കിവിടെ മേജർ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് എത്തിക്സ് വരുന്നുണ്ട്. യാ, നമുക്ക് വരുന്ന ടോപ്പിക്കാണ് ഇവിടെ എത്തിക്സ് വരുന്നുണ്ട്. പിന്നെ ഓൾസോ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ ഓഡിറ്റ് ക്ലയൻറ്റ്. ഓക്കെ, ഈ ടോപ്പിക്സ് ആണ് ഇവിടെ വരുന്നത്. ദെൻ third module is the planning stage of the audit. Planning stage of the audit. So planning സ്റ്റേജിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് ഓഡിറ്റ് റിസ്ക്. സോ പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക, ഓഡിറ്റർ നോക്കുന്നുണ്ടാവുക, ഓഡിറ്റ് എൻഗേജ്മെന്റ് നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എങ്ങനെയാണ് ആ ഓവറോൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്ലാനിങ് ആണ് നമ്മളിവിടെ ചെയ്യുക. സോ ബേസിക്കലി നമ്മൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യും. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫർദർ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് എത്രത്തോളം ചെയ്യണം എന്നുള്ള ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുക. ഓൾസോ റിസ്കിന്റെ ബേസിസിലാണ്, ഓഡിറ്റ് റിസ്കിന്റെ ബേസിസിലാണ് നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്യുക, ഓഡിറ്റ് ടീമിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഓഡിറ്റ് റിസ്കിലാണ് കൺസിഡർ ചെയ്യുക. ആൻഡ് യു നോ, ഓഡിറ്റ് റിസ്കിനെ ബേസ് ചെയ്തിട്ട് ഒരു സെക്ഷൻ ബി ക്വസ്റ്റ്യൻ ഉണ്ടാവും. One of the section B question will be from audit risk. Minimum audit risk എന്ന് almost ഒരു 16 മാർക്സ് എങ്കിലും മിനിമം ചോദിക്കാം. മിനിമം ആട്ടോ ഞാൻ പറയുന്നത്, വെരി മിനിമം. സോ ഇൻക്ലൂഡിങ് തിയറി ഏരിയാസ് ഉണ്ടാവും, പ്ലസ് സിനാരിയോ ക്വസ്റ്റ്യൻ ഫ്രം ഓഡിറ്റ് റിസ്ക്. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് മിനിമം 16 മാർക്സ് എങ്കിലും
16 മാർക്സ് എങ്കിലും മിനിമം ഓഡിറ്റ് റിസ്ക് എന്ന് നിങ്ങൾക്ക് സെക്ഷൻ ബിയിൽ ചോദിക്കാം. ഓക്കെ, ദെൻ ഓഡിറ്റ് റിസ്ക് കഴിഞ്ഞാൽ then we have the evidence stage. Okay, so evidence stage il nammal consider cheyyunnundava രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. സോ മനസ്സിലാക്കുക, എവിഡൻസ് സ്റ്റേജിലാണ് ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യുക, കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ടെസ്റ്റ് ചെയ്യുക. ഇവിടെ നിന്നാണ് നമ്മൾ, ഈ സ്റ്റേജിലാണ് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുക. സോ ബേസിക്കലി എവിഡൻസ് സ്റ്റേജിൽ ഓഡിറ്റേഴ്സ് ട്രാൻസാക്ഷൻസ് ടെസ്റ്റ് ചെയ്യും. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസും പിന്നെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും. ഓക്കെ, ആൻഡ് ഈ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും നമുക്ക് എന്ത് ചെയ്യും, സെക്ഷൻ ബിയിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ്. മിനിമം, വെരി മിനിമം നമുക്കൊരു 14 മാർക്സ് എങ്കിലും മിനിമം ഇതെന്ന് എക്സ്പെക്ട് ചെയ്യാം. Then when it comes to substantive procedures, ഇതും സെക്ഷൻ ബിയിൽ ചോദിക്കും. മിനിമം ഒരു 20 മാർക്സ് ചോദിക്കും. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് മിനിമം 20 മാർക്സ്. ഓക്കെ, മിനിമം 20 മാർക്സ് വരെ ഇത് ചോദിച്ചേക്കാം സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് കേട്ടോ, സെക്ഷൻ ബിയിൽ. ഓക്കെ, ദെൻ the fifth stage and the final stage of the audit is review and reporting. So review stage ലാണ് ഓഡിറ്റർ ഓവറോൾ ഓഡിറ്റ് വർക്ക് റിവ്യൂ ചെയ്യുക. ബേസിക്കലി എവിഡൻസ് കളക്ട് ചെയ്തത് സഫീഷ്യൻ്റ് ആണോ, പിന്നെ വി ഹാവ് ടു കൺസിഡർ ദി ഇവൻറ്റ്സ് ലൈക്ക് സബ്സിക്വൻറ്റ് ഇവൻറ്റ്സ്, ഗോയിങ് കൺസേൺ, ഓവറോൾ മിസ്സ്റ്റേറ്റ്മെന്റ്സ്, റിട്ടേൺ റെപ്രസെൻറ്റേഷൻസ്, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക റിവ്യൂ സ്റ്റേജിലാണ്. ദെൻ ഫൈനലി റിപ്പോർട്ടിംഗ് സ്റ്റേജ്. റിപ്പോർട്ടിംഗ് സ്റ്റേജിലാണ് ഓഡിറ്റർ എന്ത് ചെയ്യുക, ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ബേസിക്കലി കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫെയർ ആണോ എന്നുള്ള ഒരു ഒപ്പീനിയൻ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് പറയുക. അപ്പോൾ റിപ്പോർട്ടിനും റിവ്യൂന്നും മിനിമം ഒരു 5 മാർക്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. വെരി മിനിമം, ഇതിന് താഴെ പോവില്ല. ഓക്കെ, ഓൾസോ നമ്മുടെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് പറഞ്ഞില്ലേ, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് അത് ഞാനൊരു കറക്ഷൻ ചെയ്യാണ്. അത് 14 മാർക്സ് അല്ല മിനിമം വരിക, അത് 16 മാർക്സ് മിനിമം ഉണ്ടാവും കേട്ടോ. 16 മാർക്സ് മിനിമം ഉണ്ടാവും. സോ ഐ എം ടോക്കിംഗ് അബൌട്ട് സെക്ഷൻ ബി ആണ് കേട്ടോ പറയുന്നത്, സെക്ഷൻ ബി ആണ് പറയുന്നത്. ഓക്കെ, ജെ ആർ നമ്മുടെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് യെസ് റിസ്കിന്റെ കൂടെ ചോദിക്കാം. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഓഡിറ്റ് റിസ്കിന്റെ കൂടെ ചോദിക്കാം. ഓഡിറ്റ് റിസ്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം, ഇന്റേണൽ കൺട്രോൾസ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം, എവിടെ വേണമെങ്കിലും ചോദിക്കാം. സോ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ പേപ്പറിന്റെ ഒരു കോമൺ ഫാക്ടറാണ്, എവിടെ വേണമെങ്കിലും കണ്ടേക്കാം. സോ പാസ്റ്റ് പേപ്പർ നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാം എല്ലാ ക്വസ്റ്റ്യൻസിലും ചോദിച്ച കേസസ് ഉണ്ട്. ഐ മീൻ ഒറ്റ പേപ്പറിൽ ഒറ്റ സിറ്റിംഗിൽ എല്ലാ ക്വസ്റ്റ്യനും ചോദിച്ചു എന്നല്ല, ബട്ട് നമ്മൾ പാസ്റ്റ് പേപ്പേഴ്സ് എടുക്കുമ്പോൾ പ്രൊസീജിയേഴ്സ് സെക്ഷൻ എയിൽ ചോദിച്ചിട്ടുണ്ട്, സെക്ഷൻ എയിലും സെക്ഷൻ ബിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചില പേപ്പറിൽ സെക്ഷൻ ബിയിൽ ഓഡിറ്റ് റിസ്കിന്റെയും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറിന്റെ കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ ഏത് കോമ്പിനേഷനിലും വേണമെങ്കിൽ ചോദിക്കാം. പ്രൊസീജിയേഴ്സ് ബൈ ഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല, ബിക്കോസ് നമുക്കറിയാം ഇവിടെ ഡയറക്റ്റ് തിയറി ടെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ മാർക്സിനാണ്. അപ്പം നിങ്ങൾ കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ മാർക്സ് കിട്ടില്ല. ഓൾസോ പേപ്പേഴ്സ് നള്ളിഫൈ ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ
സിനാരിയോയിലെ ഇൻഫർമേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയിന്റിലോട്ട് നിങ്ങൾക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം. അത്ര മതി. നിങ്ങൾ ജനറൽ പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടാവും, അതെടുത്തിട്ട് അതിന്റെ റെലവൻസി നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. പ്ലസ് നിങ്ങൾ എഴുതുന്ന പ്രൊസീജിയേഴ്സിൽ എന്ത് ചെയ്യണം, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സിനാരിയോയിൽ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യണം. സോ ഡേ 3 നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓൾ റൈറ്റ്. ദെൻ മൂവിങ് ഓൺ. ഓക്കെ, സോ നമുക്ക് എക്സാം ഫോർമാറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം പെട്ടെന്ന്. ഓക്കെ, സോ നമുക്കറിയാം സെക്ഷൻ 2 സെക്ഷൻസ് ആണ് നമുക്ക് എക്സാമിനുള്ളത്, സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി. സെക്ഷൻ എയിൽ നമുക്ക് 3 ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കേസ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, അല്ലേ? ആൻഡ് ഓരോ ക്വസ്റ്റ്യനും 10 മാർക്സ് വെച്ചിട്ടാണ് ഉണ്ടാവുക, റൈറ്റ്? ഓൾ റൈറ്റ്. ദെൻ ഓക്കെ, ആൻഡ് നമ്മുടെ സെക്ഷൻ എയിൽ ഒരു പാസ്റ്റ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സെക്ഷൻ എയിൽ ഏത് ഏരിയന്നും ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു സ്പെസിഫൈഡ് ഏരിയ നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ഏരിയ വേണമെങ്കിലും സെക്ഷൻ എയിൽ ടെസ്റ്റ് ചെയ്യാം. മനസ്സിലാക്കി വെക്കുക. ചിലതിൽ എത്തിക്സ് വന്നിട്ടുണ്ട്, പിന്നെ ചില പേപ്പർ നോക്കുമ്പോൾ എത്തിക്സ്, പിന്നെ പ്രൊസീജിയേഴ്സ്, ഇന്റേണൽ കൺട്രോൾസ്, റിപ്പോർട്ടിംഗ് ടെസ്റ്റ് ചെയ്തതുണ്ട്. ചിലപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ടെസ്റ്റ് ചെയ്യാം. സോ ഏത് ഏരിയ വേണമെങ്കിലും ഏത് കോമ്പിനേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം സെക്ഷൻ എയിൽ. ഓക്കെ, ദെൻ സെക്ഷൻ ബിയിൽ നമുക്ക് കുറച്ച് പ്രെഡിക്ഷൻസ് നടത്താൻ പറ്റും. നോട്ട് ബേസിക്കലി പ്രെഡിക്ഷൻസ്, ഇത് ACCA പ്രോമിസ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ACCA പ്രോമിസ് ചെയ്യുന്ന, എക്സാമിനർ പ്രോമിസ് ചെയ്യുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് 3 സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സെക്ഷൻ ബി ഇസ് ബേസിക്കലി കൺസ്ട്രക്റ്റീവ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ്, റൈറ്റ്? സോ അതിൽ 2 കൺസ്ട്രക്റ്റീവ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് വിച്ച് ക്യാരീസ് 20 മാർക്സ് ഈച്ച്, ആൻഡ് 1 കൺസ്ട്രക്റ്റീവ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 30 മാർക്സ് ഈച്ച്. 30 മാർക്സ് ആണ്. അങ്ങനെയാണ് 70 മാർക്സ് വരുന്നത്. സോ മനസ്സിലാക്കി വെക്കുക, ഒരു ക്വസ്റ്റ്യൻ ഓഡിറ്റ് റിസ്ക് എന്നാണ് ചോദിക്കുക. പ്രൈമറിലി മേജർ ആയിട്ട് ഓഡിറ്റ് റിസ്ക് ആണ് ഒന്ന് ചോദിക്കുക. രണ്ടാമത്തത് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്, ഇന്റേണൽ കൺട്രോൾസ് ആണ് ചോദിക്കുക. മൂന്നാമത്തത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് പ്ലസ് റിവ്യൂ ആൻഡ് റിപ്പോർട്ടിംഗ്. ഇങ്ങനെയാണ് നോർമലി ചോദിക്കാറുള്ളത്. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എക്സാമിന് കാൽക്കുലേറ്റർ നിങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുപോകണം. കാരണം എക്സാംസിന് ചില സെക്ഷൻ എയിലായിക്കോട്ടെ ചിലപ്പോൾ കാൽക്കുലേഷൻസ് ചോദിക്കാറുണ്ട്. മേ ബി റീകാൽക്കുലേറ്റ് ചെയ്യാനോ പിന്നെ എറേഴ്സ് കറക്റ്റ് റെക്ടിഫൈ ചെയ്യാനോ അങ്ങനത്തെ ചെറിയ കാൽക്കുലേഷൻസ് ചോദിക്കാറുണ്ട്. സോ കാൽക്കുലേറ്റർ കൊണ്ടുപോകണം. കാൽക്കുലേഷൻസ് ഉണ്ടാവാറുണ്ട്. ഓൾ റൈറ്റ്. ഒരിക്കലും പറയാൻ പറ്റില്ല നമുക്ക് 30 മാർക്ക് റിസ്ക് ആണോ ചോദിക്കുക, പ്രൊസീജിയർ ആണോ ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. എത്ര മാത്രമേ പറയുന്നുള്ളൂ, ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ചോദിക്കാറുള്ളത്. ഓക്കെ, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഞാൻ ഉദ്ദേശിച്ചത് അതിനകത്ത് ഡെഫിഷ്യൻസി വരാം, അതിനകത്ത് കീ കൺട്രോൾസ് വരാം, ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് വരാം, റെക്കമെൻഡേഷൻസ് വരാം, എല്ലാം വരാം. ഓക്കെ, ഓക്കെ. ദെൻ നമുക്കറിയാം എക്സാം ടൈമിങ്സ് 3 hours ആണ്. യെസ്, 3 hours ആണ് നമുക്ക് എക്സാം ടൈം ഉള്ളത്. ആൻഡ് പാസ് മാർക്ക് ഇസ് 50. നമുക്ക് മാക്സിമം 100 മാർക്സ് വരെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, അത് മനസ്സിലാക്കാം. യെസ്, ഓൾറൈറ്റ്. ആൻഡ് അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എക്സാം വിൽ ബി കണ്ടക്റ്റഡ് ത്രൂ CBE പ്ലാറ്റ്ഫോം. സോ നമുക്ക് പാസ് ആവണം എന്നുണ്ടെങ്കിൽ CBE പ്ലാറ്റ്ഫോമിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് സെറ്റ് ആവണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ വൈ, എന്തുകൊണ്ടാണ് നമുക്ക് ഈ പേപ്പറിൽ സ്റ്റുഡൻസ് ഫെയിൽ ആവുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഓവറോൾ അനാലിസിസ് ചെയ്യുമ്പോൾ മേജർലി 5 റീസൺസ് ആണുള്ളത് സ്റ്റുഡൻസ് ഈ പേപ്പറിൽ ഫെയിൽ ആവാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ,
കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ബേസിക്കലി ഓഡിറ്റ് എന്ന് പറഞ്ഞ പേപ്പർ ഇൻ ദ ഫസ്റ്റ് ലുക്ക് ഇറ്റ് ഇസ് എ തിയറി പേപ്പർ. പക്ഷേ തിയറിറ്റിക്കലി ടെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ നമ്മൾ കാണാതെ പഠിച്ച് അതുപോലെ ബൈ ഹാർട്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വളരെ കുറവാണ് ഓഡിറ്റ് പേപ്പറിലുള്ളത്. സോ മെജോറിറ്റി മാർക്സ് നമ്മുടെ കോൺസെപ്റ്റിനാണ്. എന്ന് വെച്ചാൽ ഓഡിറ്റ് പ്രോസസ് നിങ്ങൾ മനസ്സിലാക്കണം. ഓഡിറ്റ് പ്രോസസ് എന്ന് പറയുന്നത് 4 സ്റ്റേജസ് ആണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ അക്സെപ്റ്റൻസ് സ്റ്റേജ് ആണ്. ഇവിടെ ഓഡിറ്റർ ഒരു ക്ലയന്റിനെ അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി ഉള്ള ഓഡിറ്റ് എൻഗേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് ഇവിടെ കൺസിഡർ ചെയ്യുക. ആൻഡ് ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് എത്തിക്കൽ ഫാക്ടേഴ്സ്. ഇതിന്റെ ബേസിലാണ് ഒരു ക്ലയന്റിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ദെൻ ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ആൻ ഓഡിറ്റ് ക്ലയന്റ്, രണ്ടാമത്തെ സ്റ്റേജ് ആണ് പ്ലാനിങ്. ഇവിടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് ഓഡിറ്റ് റിസ്ക്. ദെൻ പ്ലാനിങ്ങിന് ശേഷമാണ് സ്റ്റേജ് 3 വരുന്നത്. ദാറ്റ് ഈസ് എവിഡൻസ് സ്റ്റേജ്. എവിഡൻസ് സ്റ്റേജിലാണ് നമ്മൾ ഇന്റേണൽ കൺട്രോൾസ് ആൻഡ് ഓൾസോ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യുക. എന്തിന്? എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫൈനലി റിവ്യൂ ആൻഡ് റിപ്പോർട്ടിംഗ്. സോ ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം ഈ 4 സ്റ്റേജ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഈ 4 സ്റ്റേജിൽ ഓഡിറ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുക എന്ന് മനസ്സിലാക്കണം. ബിക്കോസ് ഇത് മനസ്സിലാക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MCQs എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ പേപ്പറിന്റെ ഒരു മെയിൻ കാര്യം. പലവരും പറയാറുണ്ട്, ഇപ്പൊ കമന്റിലും ചിലർ പറഞ്ഞു സെക്ഷൻ A ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരോട് കോൺസെപ്റ്റ്സ് പഠിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഓക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഈ ഓഡിറ്റ് സ്റ്റേജസ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒരുപാട് മിസ്റ്റേക്സ് വരുന്നത് സെക്ഷൻ എയിൽ. ഓക്കെ. ദെൻ രണ്ടാമത്തെ കാര്യമാണ് ലാക്ക് ഓഫ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈം സെറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് ഓവറോൾ നമുക്കറിയാം 100 മാർക്സ് ആണ്. ആൻഡ് മാക്സിമം ടൈം ഈസ് 180 മിനിറ്റ്സ് ആണ്. സോ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ 1.8 മിനിറ്റ്സേ എടുക്കാൻ പാടുള്ളൂ. മനസ്സിലാക്കാം. സോ ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 36 മിനിറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 10 മാർക്കർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ 18 മിനിറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. സോ ഈ ടൈം ലിമിറ്റേഷൻസ് കറക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ബിക്കോസ് ഓഡിറ്റ് എന്ന് പറഞ്ഞ പേപ്പർ ബാക്കിയുള്ള പേപ്പർ പോലെയല്ല, 70 മാർക്സിന് എഴുതാനുള്ളതാണ്. വേറെ ഏത് പേപ്പറും ഫണ്ടമെന്റൽ പേപ്പേഴ്സിൽ എന്ന് വെച്ചാൽ സ്കിൽ ലെവലിൽ ഇങ്ങനെ ഒരു പേപ്പർ ഇല്ല. 70 മാർക്സ് നമ്മൾ എഴുതണം. അപ്പോൾ ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേപ്പറിൽ. അപ്പോൾ ടൈം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. നിങ്ങൾ ടൈമിനുള്ളിൽ തീർക്കുന്നത് മതി. ബിക്കോസ് അതേ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങൾ വീട്ടിൽ പോയിട്ട് എഴുതേണ്ടി വരും. എക്സാമുകളിൽ എഴുതാൻ സമ്മതിക്കില്ല അല്ലേ? സോ മനസ്സിലാക്കുക, ഈ ഒരു കാര്യം നിങ്ങൾക്ക് നേരത്തെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ടൈം വെച്ചിട്ട് എഴുതി നോക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റീഡിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അത് ക്വസ്റ്റ്യൻസ് വായിച്ചാലേ നമുക്ക് റീഡിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇംഗ്ലീഷ് നമ്മുടെ ഒരു നേറ്റീവ് ലാംഗ്വേജ് അല്ല. അപ്പോൾ അത് വായിച്ചാലേ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് പ്രാക്ടീസ് പ്ലാറ്റ്ഫോം. CB പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഈസി മാർക്സ് എന്ന് സ്കോർ ചെയ്യാത്ത സ്റ്റുഡൻസ്, നമുക്ക് ഈസി മാർക്സ് ഉണ്ട് ഇവിടെ. ബേസിക്കലി തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് സെക്ഷൻ ബിയിൽ ഓവറോൾ മിനിമം ഒരു 10 മാർക്സ് എന്ത് ചെയ്യാറുണ്ട്, ഡയറക്റ്റ് തിയറി ചോദിക്കാറുണ്ട്. ഔട്ട് ഓഫ് 70 മാർക്സിൽ മിനിമം ഒരു 10 മാർക്സ്, ഓൾമോസ്റ്റ് 10 മാർക്സിന്റെ അടുത്ത്, മിനിമം 10 മാർക്സിന്റെ അടുത്ത് എന്ത് ചെയ്യാറുണ്ട്, ഡയറക്റ്റ് തിയറി ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഡയറക്റ്റ് തിയറി നിങ്ങൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, ഫെയിൽ ആവും. സോ നിങ്ങളൊരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഏരിയ ആണ് ഡയറക്റ്റ് തിയറി. ഏകദേശം ഒരു 10 മാർക്കൊക്കെ പേപ്പറിൽ ചോദിക്കാറുണ്ട്.
സെക്ഷൻ ബിയിൽ. അപ്പോൾ അത് നിങ്ങൾ സ്കോർ ചെയ്തിട്ടില്ലെങ്കിലും ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിയറി ഏരിയാസ് എന്ത് ചെയ്യണ്ട, ഒന്നും വിട്ട് കളയണ്ട, നോട്ട് ചെയ്ത് വെച്ചോ. അതെന്ത് ചെയ്യുക, ഈ വരുന്ന ദിവസങ്ങളിൽ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള സെയിം ഡെഫിനിഷൻ നമ്മൾ എക്സാമിന് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സെന്റൻസിൽ നിങ്ങൾ എഴുതി വെച്ചാൽ മതി, അതിന് മാർക്സ് കിട്ടും. ഓക്കെ, ദെൻ എൻറ്റയർ സിലബസ് കവർ ചെയ്യാതിരിക്കുക. സോ ഈ റീസൺസ് കൊണ്ടാണ് സ്റ്റുഡൻസ് എക്സാമിന് ഫെയിൽ ആവുന്നത്. ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ JR ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, സെക്ഷൻ ബിയിൽ എത്തിക്സ് ചോദിക്കോ? യെസ്, ചോദിച്ച പേപ്പേഴ്സ് ഉണ്ട്. സോ എത്തിക്സ് സെക്ഷൻ എയിലും ചോദിക്കാം, അല്ലെങ്കിൽ സെക്ഷൻ ബിയിലും ചോദിക്കാം. സെക്ഷൻ ബിയിൽ എത്തിക്സ് ഒരു 4 മാർക്ക് 6 മാർക്ക് അങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, സെക്ഷൻ ബി ഫസ്റ്റ് ചെയ്താൽ മതിയോ? ഓക്കെ ആണ്, പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സെക്ഷൻ എ ചെയ്തോ. കാരണം സെക്ഷൻ എ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ സെക്ഷൻ എ ഫസ്റ്റ് ചെയ്യുക, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട, എന്നിട്ട് നേരെ സെക്ഷൻ ബിയിലൊക്കെ പോവാം. ഓക്കെ, ഇനി നിങ്ങൾ സെക്ഷൻ ബി ആണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ സെക്ഷൻ ബി ചെയ്തോ, കുഴപ്പമില്ല. സെക്ഷൻ ബി ആദ്യം ചെയ്തത് കൊണ്ട് ഒരു സ്റ്റുഡൻറ്റും ഫെയിൽ ആയ ചരിത്രമില്ല, ഫെയിൽ ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടം പോലെ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഗ്ലോബൽ പാസ് റേറ്റ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് കഴിഞ്ഞ സിറ്റിങ്ങിൽ വന്നിട്ടുള്ളത് 44 ആണ് പാസ് റേറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ദർ ഈസ് എ ഗ്രോത്ത്. 41 നിന്ന് 44 ആയിട്ടുണ്ട്. ആൻഡ് നമുക്കൊരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 42 ആണ് ആവറേജ് ആയിട്ടുള്ളത്. എല്ലാ സിറ്റിങ്ങും നോക്കുമ്പോൾ ആവറേജ് ഒരു 42, 43 ആണ് നമുക്ക് പാസ് ആയിട്ടുള്ളത്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഒരു റിയൽ ഇൻസൈറ്റ് തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ACCA വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് എക്സാം എടുത്തിട്ട് അതിന്ന് ഞാൻ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്, ACCA പബ്ലിഷ് ചെയ്തിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോക്ക് എക്സാം പേപ്പറിന് എടുത്തിട്ടുള്ള മാർക്ക് അലൊക്കേഷൻസ് ആണിത്. സോ ആ പേപ്പറിൽ ഓക്കെ, ഇവിടെ ബ്ലൂ റെപ്രസെന്റ് ചെയ്യുന്നത് സെക്ഷൻ എ ആണ്, ഓറഞ്ച് ഈസ് സെക്ഷൻ ബി. ഓക്കെ, ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുമെന്ന്, പക്ഷെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. ഒരിക്കലും ഞാൻ പറയുന്നില്ല ഈ സെയിം പാറ്റേൺ ആണ് വരാമെന്ന്, പക്ഷെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ തരുന്നതാണ്. ഓക്കെ, സോ നമുക്കറിയാം സെക്ഷൻ എയിൽ ഇവിടെ എത്തിക്സ് 10 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് ആൻഡ് ഗവർണൻസ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടേ ഇല്ല. പിന്നെ ഓഡിറ്റ് റിസ്ക് ഓൾമോസ്റ്റ് ഒരു 22 മാർക്സ് 21 മാർക്സ് ചോദിച്ചിട്ടുണ്ട് സെക്ഷൻ ബിയിൽ കേട്ടോ. പിന്നെ ഇന്റേണൽ കൺട്രോൾസ് നോക്കിയേ, ഇന്റേണൽ കൺട്രോൾസ് ഓൾമോസ്റ്റ് ഒരു 4 മാർക്സ് സെക്ഷൻ എയിൽ ചോദിച്ചിട്ടുണ്ട്, 20 മാർക്സ് സെക്ഷൻ ബിയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇന്റേണൽ കൺട്രോൾസിന് ഓൾമോസ്റ്റ് 24 മാർക്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രൊസീജിയേഴ്സ് നോക്കിയേ, പ്രൊസീജിയേഴ്സ് ഈസ് ഓൾമോസ്റ്റ് ഒരു 19 ആൻഡ് 25 മാർക്സ് പ്രൊസീജിയേഴ്സ് ചോദിച്ചിട്ടുണ്ട് സെക്ഷൻ എ സെക്ഷൻ ബി എന്ന്. പിന്നെ റിവ്യൂ നോക്കിയേ, റിവ്യൂ 4 + 5 9 മാർക്സ് റിവ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. 11 മാർക്സ് റിപ്പോർട്ടിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു ലേറ്റസ്റ്റ് പേപ്പറിന് എടുത്തിട്ടുള്ള കൺക്ലൂഷൻസ് ആണ് ഇത്. ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇത് സിമിലർ ആയിട്ട് ഫോളോ ചെയ്യുന്നു, പക്ഷേ ഞാൻ ഒരിക്കലും പറയുന്നില്ല സെയിം ആയിട്ട് ഫോളോ ചെയ്യുന്നു, പക്ഷെ ഒരു സിമിലർ ട്രെൻഡ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സെക്ഷൻ ബി, എസ്പെഷ്യലി സെക്ഷൻ ബിയിലൊക്കെ ഒരു സിമിലർ ട്രെൻഡ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം സെക്ഷൻ ബിയിൽ. ഞാൻ വീണ്ടും പറയുന്നു, സെക്ഷൻ എ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. സെക്ഷൻ എ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം, മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ,
Okay, so let's start with ഒരു ഓഡിറ്റ് റിസ്ക് ക്വസ്റ്റ്യൻ ടെസ്റ്റ് നമുക്ക് നോക്കാം. അതിൽ ഞാൻ എക്സാം ടെക്നിക്ക് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തൊക്കെ എക്സാം ടെക്നിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എക്സാമിനേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ എന്ത് ചെയ്യാം, ഫുള്ളി റിവീൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്ന്, നമ്മൾ ACCA പ്ലാറ്റ്ഫോമിൽ നിന്ന് സെപ്റ്റംബർ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സെപ്റ്റംബർ ഡിസംബർ 2022 എക്സാം സിറ്റിംഗിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഫ്രം ഓഡിറ്റ് റിസ്ക് എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, 4 മാർക്സിന് ഒരു ഡയറക്റ്റ് തിയറിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ പേർപ്പസ് ഓഫ് an audit engagement letter and list 4 items which should be included in an audit engagement letter. So ഇതൊരു കംപ്ലീറ്റ്ലി ഡയറക്റ്റ് തിയറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, 4 മാർക്സ് ആണ്, ഈസി 4 മാർക്സ് ആണ്. നമ്മളിവിടെ ചെയ്യേണ്ടത് എൻഗേജ്മെന്റ് ലെറ്ററിന്റെ പേർപ്പസ് പറയാം. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് വളരെ ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞാൽ മതി. സോ എന്തൊക്കെയാണ് എൻഗേജ്മെന്റ് ലെറ്ററിന്റെ പേർപ്പസ്? സോ നമുക്കറിയാം എൻഗേജ്മെന്റ് ലെറ്ററിന്റെ പേർപ്പസ് എന്ന് വെച്ചാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലയന്റിനെ അറിയിക്കാം. പിന്നെ ഒരു ഫ്യൂച്ചറിൽ ഒരു എന്തെങ്കിലും ലിറ്റിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൂഫ് ആയിട്ടാണ് ഈ എൻഗേജ്മെന്റ് ലെറ്റർ ഉള്ളത്. ഓക്കെ, സോ ബ്രീഫ് ആയിട്ടൊന്ന് പറയാം എന്തിനാണ് എൻഗേജ്മെന്റ് ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത്. ഓൾസോ ലിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ആ പോയിന്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതി, നിങ്ങൾ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണ്ട. ഇതാണ് ലിസ്റ്റിന്റെ അർത്ഥം. ലിസ്റ്റ്, സ്റ്റേറ്റ്, ലിസ്റ്റ് ചെയ്യാൻ പറയാ, സ്റ്റേറ്റ് ചെയ്യാൻ പറയാ, അവിടേക്ക് എന്ത് ചെയ്താൽ മതി, ആ പോയിന്റ് മെൻഷൻ ചെയ്താൽ മതി, ഫർദർ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണ്ട. സോ ലിസ്റ്റ് ചെയ്യാ, സ്റ്റേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഓരോ ലിസ്റ്റിങ്ങിനും 0.5 മാർക്സ് ആണ് കിട്ടുക, മനസ്സിലാക്കി വെക്കാം. ഇതെല്ലാം ഡിഫോൾട്ട് മാർക്കിംഗ് സ്കീമാണ്. ഓക്കെ, സോ 0.5 മാർക്കാണ് ഒരു പോയിന്റിന് നിങ്ങൾക്ക് കിട്ടാം. സോ അങ്ങനെയാണെങ്കിൽ 4 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. And the rest of the 2 marks will be for explaining the purpose of audit engagement letter. അല്ലേ, എൻഗേജ്മെന്റ് ലെറ്ററിന്റെ പേർപ്പസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് 2 മാർക്സും കിട്ടും. ഇങ്ങനെയാണ് മാർക്സ് അലൊക്കേഷൻ ഉള്ളത്. ഇതാണ് നിങ്ങൾക്ക് മാക്സിമം ഇവിടുന്ന് കിട്ടാൻ പോകുന്ന മാർക്സ്. സോ ഈ മാർക്സ് അലൊക്കേഷൻ നോക്കിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ മനസ്സിലാക്കുക, ഒരു നിങ്ങളെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന മാർക്കർക്ക് മാക്സിമം നിങ്ങൾക്ക് ഇവിടെ 2 മാർക്ക് തരാൻ പറ്റുള്ളൂ പേർപ്പസ് എഴുതി കഴിഞ്ഞാൽ. അതിന് മുകളിലേക്ക് തരാൻ കഴിയില്ല. അതേ സമയത്ത് ലിസ്റ്റിംഗിൽ മാക്സിമം 2 മാർക്ക് തരാൻ പറ്റുള്ളൂ, അതും ശ്രദ്ധിക്കുക. സോ ഇതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. സോ ഇവിടെ ക്വാണ്ടിറ്റിക്കല്ല മാർക്ക്, തൂക്കത്തിനല്ല ഇവിടെ മാർക്ക്, ഇവിടെ ക്വാളിറ്റിക്കാണ് മാർക്ക്. സോ ഇത് ഈ അലൊക്കേഷൻ ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾറൈറ്റ്. പെട്ടെന്ന് ഞാൻ അതിന്റെ ആൻസർ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ 2 പേർപ്പസ് മെൻഷൻ ചെയ്യുക, അപ്പോൾ അതിന് 2 മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ ഒരുപാട് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ് മെൻഷൻ ചെയ്താൽ 2 മാർക്ക് കിട്ടും കേട്ടോ.
ഒരുപാട് പോയിന്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും 4 എഴുതി വെച്ചാൽ മതി. ഓക്കെ, moving on to section B, requirement B. Okay, so ഇവിടെ requirements നോക്കാം. Using the table below, calculate following 2 ratios for both years. അവർ പറഞ്ഞിട്ട് ഫോളോയിങ്ങിൽ പറയുന്ന 2 റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യണം ഫോർ ബോത്ത് ഇയേഴ്സ് എന്ന് വെച്ചാൽ 20x5-നും 20x4-നും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ബേസിക്കലി ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അവർ ടേബിളൊക്കെ ഓൾറെഡി തന്നിട്ടുണ്ട്, എന്തൊക്കെ റേഷ്യോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. ഓക്കെ, സോ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും പേബിൾസ് പേയ്മെന്റ് പീരീഡും ആണ് കാണേണ്ടത്. എത്ര മാർക്സാ? 2 മാർക്സ് ആണ്. സോ ഓരോ റേഷ്യോനും 0.5 മാർക്സ് വെച്ചിട്ടാണ്. ഓക്കെ, 4 റേഷ്യോസ് കാണണം, 2 മാർക്കാണ്. സോ ഓരോ റേഷ്യോനും 6 മാർക്സ് വെച്ചിട്ടാണ്. ഓക്കെ, സോ റേഷ്യോസ് കാൽക്കുലേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്ക്, എന്ത് ചെയ്യാം, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് മനസ്സിലാക്കി വെക്കുക, റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 0.5 മാർക്സ് ആണ് അല്ലേ. സോ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇതാ 1.8% ആണ് വരുന്നത്. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് ബ്രാക്കറ്റിൽ കാണിക്കണം, എന്നാലേ ആ 0.5 മാർക്ക് കിട്ടുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ ഈ കാൽക്കുലേഷൻ ബ്രാക്കറ്റിൽ കാണിച്ചിട്ടില്ലെങ്കിൽ ആ 0.5 മാർക്ക് പോവും, ശ്രദ്ധിക്കുക. ഓക്കെ, സോ കാൽക്കുലേഷൻ ബ്രാക്കറ്റിൽ കാണിക്കുക, എന്നാലേ 0.5 മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ മാർക്ക് അങ്ങോട്ട് പോവും. ഓക്കെ, ദെൻ സി നോക്കാം. ഓക്കെ, സോ ശ്രദ്ധിച്ചോ, യൂസിങ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ്. സോ അവർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പ്ലസ് റേഷ്യോസ് കാൽക്കുലേറ്റഡ്, describe 7 audit risk. Describe 7 audit risks. Also explain the auditor's response. Auditor's response to each risk. To each risk in the planning the audit of MACP company. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളോട് റേഷ്യോസ് കൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട്. അവർ തന്നിട്ടുള്ള റേഷ്യോസ് നമ്മൾ എന്ത് ചെയ്യണം? സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഹിയർ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ റേഷ്യോസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ റേഷ്യോസ് കൂടെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ. സോ മനസ്സിലാക്കുക, ഇങ്ങനെ റേഷ്യോസ് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇവിടെ ടോട്ടൽ മാർക്സ് 14 മാർക്സ് ആണ് അല്ലേ. ഇതില് ഈ 14 മാർക്സിൽ നമ്മൾ ഒരു 2 പോയിന്റ് 2 സെറ്റ് ഓഫ് പോയിന്റ്സ് നമ്മൾ റേഷ്യോസിനെ ബേസ് ചെയ്തിട്ട് എഴുതണം. റേഷ്യോസിനെ ബേസ് ചെയ്തിട്ട് എഴുതണം. സോ മനസ്സിലാക്കുക, നമ്മുടെ ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസിൽ റേഷ്യോസ് തന്നിട്ടുണ്ടെങ്കിൽ 2 സെറ്റ് ഓഫ് പോയിന്റ്സ് അല്ലെങ്കിൽ 2 ഓഡിറ്റ് റിസ്ക് നമ്മൾ റേഷ്യോസിനെ ബേസ് ചെയ്തിട്ട് എഴുതണം. അതിന് മാർക്ക് റിസർവേഷൻ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ മനസ്സിലാക്കുക, മാർക്കിംഗ് സ്കീം എങ്ങനെയാ വരുന്നത്? മാർക്കിംഗ് സ്കീം എങ്ങനെയാ? 1 സെറ്റ് ഓഫ് പോയിന്റിന് ഇവിടെ 2 മാർക്സ് ആണ്. 1 സെറ്റ് ഓഫ് പോയിന്റ് എന്ന് വെച്ചാൽ അതിനകത്ത് ഓഡിറ്റ് റിസ്ക് പറയണം, പ്ലസ് നിങ്ങളൊരു റെസ്പോൺസ് പറയണം. ഇതിനാണ് ഒരു സെറ്റ് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്.
വൺ സെറ്റ് ഓഫ് പോയിന്റ് എന്ന് വെച്ചാൽ അതിൽ ഓഡിറ്റ് റിസ്ക് വേണം പ്ലസ് അതിന്റെ റെസ്പോൺസ് വേണം. വാട്ട് ഈസ് ഓഡിറ്റ് റിസ്ക് റെസ്പോൺസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അതിന് 2 മാർക്സ് കിട്ടാം. അങ്ങനെ 2 മാർക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 7 പോയിന്റ്സ് എഴുതണം. അപ്പോഴാണ് നമുക്ക് 14 മാർക്സ് കിട്ടുക. യെസ്, ഓക്കെ. സോ അങ്ങനെ പറയുകയാണെങ്കിൽ 2 പോയിന്റ് നമ്മൾ റേഷ്യോസ് എഴുതണം. എന്ന് വെച്ചാൽ 4 മാർക്സ് നമുക്ക് റേഷ്യോസ് കിട്ടും. ബാക്കി 5 പോയിന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നോർമലി എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. ദാറ്റ് ഈസ് വിത്തൗട്ട് റേഷ്യോസ്. നോർമൽ പോയിന്റ്സ് എന്ന് പറയാം. ബേസിക്കലി നമ്മൾ നോർമൽ പോയിന്റ്സ് എന്ന് പറയും. സോ ഇതാണ് കണ്ടീഷൻ. മിനിമം 2 പോയിന്റ് എങ്കിലും റേഷ്യോസിന് വേണം. മിനിമം 2 ഓഡിറ്റ് റിസ്ക് എങ്കിലും റേഷ്യോസിന് വേണം. അത് കൂടിയാലും കുഴപ്പമില്ല, മിനിമം 2 എണ്ണം വേണം കേട്ടോ. ഇതിനൊക്കെ മാർക്ക് റിസർവേഷൻ ഉണ്ട്, മനസ്സിലാക്കുക. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമുക്ക് നമ്മുടെ റിക്വയർമെന്റിനെ ഒന്ന് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. സോ എനിക്ക് പറയാനുള്ളത് ഇതാ, നമുക്ക് ആ റിക്വയർമെന്റ് അല്ലെങ്കിൽ ACCയുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്സ് സ്കോർ ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു നോളേജ് ഉണ്ടാവില്ല. എക്സാം ടെക്നിക്കിനെ പറ്റിയിട്ട് നമുക്കൊരു നോളേജ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് മാർക്സ് ഒരുപാട് മിസ്സായി പോകുന്നത്. സോ ലിസൺ. സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എക്സാം ടെക്നിക് ഈസ് WTF. ആലോചിച്ച് നോക്കുക, WTF. സോ ഈ ഒരു എക്സാം ടെക്നിക്കാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. W സ്റ്റാൻഡ്സ് ഫോർ വാട്ട്സ് ദി എക്സ്പെക്ടേഷൻ. എക്സാമിനറുടെ എക്സ്പെക്ടേഷൻ നോക്കാം. ദാറ്റ് ഈസ് വാട്ട് W സ്റ്റാൻഡ്സ് ഫോർ. സോ മനസ്സിലാക്കാം. നമുക്കിവിടെ ഓഡിറ്റ് റിസ്ക് എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലാക്കുക. ഈ ഓഡിറ്റ് റിസ്ക് ഏത് സ്റ്റേജിലാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? പ്ലാനിങ് സ്റ്റേജിലാണ്. മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, പ്ലാനിങ് സ്റ്റേജിലാണ് ഓഡിറ്റർ എന്ത് ചെയ്യുക? ഇത് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാണ്. വളരെ സിമ്പിൾ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ നോക്കിയേ, ഈ ഒരു ഇതൊന്ന് വായിച്ചു നോക്കിയേ, ഈ ഒരു ലൈൻ ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മുടെ ഓഡിറ്റ് മാനേജർ ഹാസ് അറ്റൻഡഡ് എ മീറ്റിംഗ് വിത്ത് ദ ഫൈനാൻസ് ഡയറക്ടർ. നമ്മുടെ ഓഡിറ്റ് മാനേജർ ഫൈനാൻസ് ഡയറക്ടറുമായിട്ട് ഒരു മീറ്റിംഗിന് പോയിട്ടുണ്ട്. ആൻഡ് ഹാസ് പ്രൊവൈഡഡ് യു വിത്ത് ദ ഫോളോയിങ് നോട്ട്സ് ഓഫ് ദാറ്റ് മീറ്റിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ എക്സ്ട്രാക്ട്. അപ്പോൾ ഫൈനാൻസ് ഡയറക്ടറുമായിട്ടുള്ള മീറ്റിംഗിൽ നിന്ന് ശേഷം വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ മീറ്റിംഗിന്റെ ഇൻഫർമേഷൻസ്, ആ മീറ്റിംഗിന്റെ നോട്ട്സും ഓൾസോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രാക്റ്റുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ബേസിക്കലി ഈ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഫൈനാൻസ് ഡയറക്ടറാണ്. ഓക്കെ, സോ ഇത് പ്ലാനിങ് സ്റ്റേജിലാണ്, മനസ്സിലാക്കുക. സോ ഓഡിറ്റ് റിസ്ക് ഇത്രയേ ഉള്ളൂ. ഓഡിറ്റ് റിസ്ക് നമ്മൾ റോങ് ഓഡിറ്റ് ഒപ്പീനിയൻ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി. ഓഡിറ്റ് റിസ്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ റോങ് ഓഡിറ്റ് ഒപ്പീനിയൻ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി. ഇതാണ് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഓഡിറ്റർ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഓഡിറ്ററുടെ കൺസേൺ എന്താ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകാൻ പാടില്ല, അല്ലേ? നമ്മൾ ഓഡിറ്റേഴ്സ് എന്താ നോക്കുക? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ എന്ന് നോക്കും. ഇതല്ലേ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? സോ നമ്മളിപ്പോൾ പ്ലാനിങ് സ്റ്റേജിലാണ്. അപ്പോൾ നമ്മൾ ഫൈനാൻസ് ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ we will come across some matters.
അത് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ആയിരിക്കാം, ചില സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോൾ, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് നമ്മൾ കേൾക്കുമ്പോൾ ആലോചിക്കേണ്ട എത്രയേ ഉള്ളൂ, ആലോചിക്കേണ്ട എത്ര കാര്യമുള്ളൂ, എവിടെയെങ്കിലും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ടോ? ഇത്രമാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ അത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആവാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത മതി, ഉറപ്പിക്കണ്ട. നമ്മളിപ്പോ മിസ്റ്റേറ്റ്മെന്റ് വരാനുള്ള ഒരു പോസിബിലിറ്റി മതി, then it is a audit risk. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എന്തെങ്കിലും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ then it is an audit risk. നമ്മളിപ്പോൾ ഫൈനാൻസ് ഡയറക്ടറുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഫൈനാൻസ് ഡയറക്ടർ നമ്മുടെ ഒരുപാട് കമ്പനിയിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ഇവന്റ്സിനെ പറ്റി പറയും. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ ഒരു മിസ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, കമ്പനി അസറ്റ് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ സംശയിക്കാണ് ഇവിടെ ഓക്കെ, കമ്പനി അസറ്റ് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവർ ഡിസ്പോസലിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവില്ല ആസ് പെർ IAS 16. അല്ലെങ്കിൽ ആ ഡിസ്പോസൽ മിഡ് ഇയറിലാണ് ഡിസ്പോസൽ ചെയ്തത്. അപ്പോൾ അതിന് ഡിപ്രീസിയേഷൻ കറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളൊരു പോസിബിലിറ്റി നമ്മൾ കാണാണ്. ഓക്കെ, ചിലപ്പോൾ അവർ ഡിപ്രീസിയേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊരു എക്സ്പെക്ടേഷൻ മാത്രം കേട്ടോ. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ് നമുക്ക് ഇല്ല. നമുക്കൊരു റിസ്ക് ആണ് നമ്മൾ കാണുന്നത്. റിസ്ക് എന്താ? പോസിബിലിറ്റി. സോ ഓഡിറ്റർക്ക് ഡൗട്ട് ഉണ്ടാവാണ്, പ്ലാനിങ് സ്റ്റേജിൽ ഓഡിറ്റർക്ക് ഡൗട്ട് ഉണ്ടാവാണ് ഈ ഒരു മിസ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ഇതൊരു ഡൗട്ടാണ്, മനസ്സിലാക്കുക, ഇതൊരു ഡൗട്ടാണ്. ദിസ് ഇസ് എ ഡൗട്ട്. സോ ഈ ഡൗട്ട് എന്താണെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, നമ്മൾ പ്ലാനിങ് സ്റ്റേജിലാണുള്ളത്. ഓക്കെ, നമ്മൾ ട്രാൻസാക്ഷൻസ് കേൾക്കുമ്പോൾ, ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ ഫൈനാൻസ് ഡയറക്ടർ അടുത്തുനിന്ന് കേൾക്കുമ്പോൾ നമ്മൾ സംശയിക്കാണ് അവര് IAS അല്ലെങ്കിൽ IFRS പ്രകാരം FS പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഡൗട്ടാണ്. ഡൗട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഡൗട്ട് എന്ത് ചെയ്താൽ മതി? ഓഡിറ്റ് റിസ്ക് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ക്ലിയർ? ഓക്കെ, ഓൾറൈറ്റ്, വെൽക്കം ബാക്ക് എവറി വൺ. ചെറിയ ഒരു പവർ ഫെയിലിയർ ആയിരുന്നു. ഓക്കെ, ഫൈൻ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഓഡിറ്റ് റിസ്കിനെ പറ്റി പറഞ്ഞു അല്ലേ. സോ ഓഡിറ്റ് റിസ്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓഡിറ്റർ ട്രാൻസാക്ഷൻസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് കാണുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ് FSൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ നമ്മൾ പോസിബിലിറ്റി ഉള്ള, FSൽ വരാൻ പോസിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. സോ പ്ലാനിങ് സ്റ്റേജിലാണ്. ഓക്കെ, ദിസ് ഇസ് എ ഡൗട്ട്. Okay, this is a doubt ആണ് കേട്ടോ. Then what will be the auditor's response? അല്ലെങ്കിൽ കൺഫർമേഷൻ എന്നൊക്കെ പറയാണ്ടതിന്. ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എന്ന്, അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് കൺഫർമേഷൻ എന്നൊക്കെ പറയാറുണ്ട്. വാട്ട് ഈസ് ഓഡിറ്റേഴ്സ് കൺഫർമേഷൻ?
ശ്രദ്ധിച്ചോ, ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഇറ്റ് ഇസ് എ റിസ്ക് അല്ലെങ്കിൽ ഒരു ഡൗട്ട് ആണ് അല്ലെ. FSൽ മിസ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ആണ് എന്ത് ബേസിക്കലി നമ്മുടെ ഒരു ഡൗട്ട് ആണ് എന്ത് റിസ്ക്, നമ്മുടെ ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. യെസ്, ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എന്ന് വെച്ചാൽ ഈ ഡൗട്ട് നമ്മൾ കൺഫേം ചെയ്യാൻ പോവാണ്. എന്താ നമ്മൾ കൺഫേം ചെയ്യാൻ പോകുന്നത്? ഓഡിറ്റർ സംശയിച്ച പോലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യാൻ പോകണം ഇവിടെ. സോ എപ്പോഴാണ് നമ്മൾ ഇത് കൺഫേം ചെയ്യുക? കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കിട്ടണം. യെസ്, സോ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ് വെരിഫൈ ചെയ്ത് തുടങ്ങുക, അല്ലെങ്കിൽ ടെസ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ് ടെസ്റ്റ് ചെയ്ത് തുടങ്ങുക? ബേസിക്കലി നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പോഴായിരിക്കും എവിഡൻസ് സ്റ്റേജിലാണ്. സോ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ഇസ് ബേസിക്കലി കൺഫർമേഷൻ. എന്താ കൺഫർമേഷൻ? ഓഡിറ്റർ പ്ലാനിങ് സ്റ്റേജിൽ സംശയിച്ച പോലെ എന്തെങ്കിലും മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ ഇല്ലയോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കൺഫേം ചെയ്യാൻ പോവാണ്. എവിടെ കൺഫേം ചെയ്യുക? എവിഡൻസ് സ്റ്റേജിൽ. അതുകൊണ്ടാണ് ഈ എവിഡൻസ് സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഡിറ്റേഴ്സ് റെസ്പോൺസിന് നമ്മൾ ഓഡിറ്റ് റെസ്പോൺസ് ബേസിക്കലി എന്താ ചെയ്യുന്നത്? നമ്മൾ അതുകൊണ്ടാണ് ഈ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറുമായിട്ട് കണക്ഷൻ ഉള്ളത്. മനസ്സിലാക്കുക. നമ്മളിവിടെ നോക്കുക, ഇവിടെ നമ്മുടെ ഓഡിറ്റേഴ്സ് റെസ്പോൺസിന് പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒന്ന് കൺഫേം ചെയ്യോ? എൻ്റെ ഭാഗത്ത് നല്ല ഓക്കെ ആണ്. ഓക്കെ. സോ അതുകൊണ്ടാണ് ഈ ഓഡിറ്റേഴ്സ് റെസ്പോൺസിന് നമ്മുടെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറുമായിട്ട് കണക്ഷൻ ഉള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ചില സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ആയിട്ട് എഴുതി വെക്കാം. പക്ഷെ എക്സാക്ട്ലി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എഴുതുന്ന പോലെ എഴുതി വെക്കരുത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ചില സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ആയിട്ട് എഴുതി വെക്കാം. ക്ലിയർ? ഓക്കെ. സോ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ ഓഡിറ്റ് റിസ്കിനെ നമ്മൾ സംശയിച്ച ആ ഓഡിറ്റ് റിസ്ക് നമ്മുടെ FSൽ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കൺഫേം ചെയ്യാം? ഇതാണ് ബേസിക്കലി എന്ത് ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, സോ W സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? നമ്മളെ ഓഡിറ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ ഓഡിറ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ. ഓഡിറ്റ് റിസ്ക് എന്താണ്, ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് then T stands for the trainee should consider these factors. Trainee basically നമ്മുടെ സ്റ്റുഡൻറ്റിനെയാണ് നമ്മൾ ട്രെയിനി എന്ന് പറയുന്നത്. സോ ട്രെയിനി ഷുഡ് മനസ്സിലാക്കണം എന്ത്? ഇത് എന്താ മനസ്സിലാക്കണ്ടേ? നമ്മുടെ ക്ലയന്റ് ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണെന്ത്? ക്ലയന്റ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? മിസ്റ്റേറ്റ്മെന്റ്സ് വരുത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ FSൽ മാനിപ്പുലേഷൻസ് വരുത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മൾ. നമ്മുടെ ക്ലയന്റ് FSൽ മിസ്റ്റേറ്റ്മെന്റ്സോ അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് വരുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അസംഷൻ നമുക്ക് വേണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓഡിറ്റേഴ്സിന്റെ പെർസ്പെക്റ്റീവിലാണ് എല്ലാം ആലോചിക്കേണ്ടത്. ഒരിക്കലും ക്ലയന്റിന്റെ പെർസ്പെക്റ്റീവിൽ ആലോചിക്കരുത്. എല്ലാം ഓഡിറ്റ് റിസ്ക് ബേസിക്കലി ആർക്കാ വരുന്നത്? നമ്മുടെ ഓഡിറ്റേഴ്സിന്റെ റിസ്ക് ആണ്. ബേസിക്കലി ഓഡിറ്റേഴ്സിന് വരുന്ന റിസ്ക് ആണ് ഓഡിറ്റ് റിസ്ക്. അപ്പൊ ഇത് ക്ലയന്റിന്റെ റിസ്ക് അല്ല. സോ യു ഷുഡ് തിങ്ക് ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് ആൻ ഓഡിറ്റർ.
ഓക്കെ. ആൻഡ് അടുത്തൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ്? ഓഡിറ്റ് റിസ്ക് ആണ്, അല്ലാതെ ബിസിനസ് റിസ്ക് അല്ല എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എപ്പോഴും ഉണ്ടാവാറുള്ള ഒരു പ്രശ്നമാണിത്. സ്റ്റുഡൻസ് സ്റ്റാർട്ട് ചെയ്യുക ഓഡിറ്റ് റിസ്ക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക, പക്ഷെ എൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ബിസിനസ് റിസ്ക് ആയിട്ടാണ് എൻഡ് ചെയ്യാറ്. ഒരു എക്സാമ്പിൾ പറയാം, വളരെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, കമ്പനിക്ക് ഫോർ എക്സാമ്പിൾ കമ്പനിക്ക് ഒരു ഗോയിങ് കൺസേൺ ഇഷ്യൂ ഉണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് ഓഡിറ്റ് റിസ്ക് ആയിട്ട് പറയാൻ പറ്റുക? So let's say if I'm talking about the disclosure requirement, and a disclosure requirement, then basis of FS preparation. If I'm talking about the disclosure requirements and the going concern issue ne patti disclose cheyanam, allengil the basis of preparation, namukku rendu basis of FS preparation undu, going concern undu, allengil breakup basis undu. So idine patti njan samsarikkanengil, then this is an audit risk. If I'm talking about the cash flow issues, profitability, പിന്നെ ഗ്രോത്ത്, ബിസിനസിന്റെ ഗ്രോത്ത്, റെപ്യൂട്ടേഷൻ, പിന്നെ നമ്മുടെ റവന്യൂ. എൻ്റെ എക്സ്പ്ലനേഷൻ ഈ പെർസ്പെക്റ്റീവിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, കമ്പനിയുടെ ക്യാഷ് ഫ്ലോ, പ്രോഫിറ്റബിലിറ്റി, ഗ്രോത്ത്, ലോസ്, റവന്യൂ, ഇങ്ങനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി കൺസിഡേർഡ് ആസ് എൻ ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് മനസ്സിലാക്കുക, നമ്മുടെ നമ്മുടെ ഓഡിറ്റിലെ ടോപ്പിക് അല്ല. ആൻഡ് യു വിൽ സ്കോർ 0 മാർക്സ്. ഇതൊരു ബിസിനസ് റിസ്ക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ 0 മാർക്സ് കിട്ടും. അപ്പൊ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ്? യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് എങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂ നമ്മുടെ ഓഡിറ്റിനെ എഫക്ട് ചെയ്യുക. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ടോ? ഓർ യു ഹാവ് ടു കൺസിഡർ ഹൗ ദിസ് വിൽ ഇമ്പാക്ട് ദ ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ്. എപ്പോഴും എന്ത് ഇഷ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്? എങ്ങനെയാണ് എഫ് എസിൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഓഡിറ്റിന്റെ ക്വാളിറ്റി ഇമ്പാക്ട് ചെയ്യുക. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഡിറക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഓഡിറ്റ് റിസ്ക് ആണ്. If you're talking about cash flow, profitability, growth, then it is a business risk. Business risk എഴുതി വെച്ചാൽ മാർക്സ് കിട്ടില്ല. ഓക്കെ, ഓക്കെ, ഓക്കെ. സോ നമ്മൾ W ഡിസ്കസ് ചെയ്തു, T ഡിസ്കസ് ചെയ്തു, then finally F stands for formats. F stands for format. So ഇവിടെ നമ്മൾ ഓഡിറ്റ് റിസ്ക് എഴുതുമ്പോൾ we have to maintain some set of format. ഫോർമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമാറ്റ്, പിന്നെ മാർക്കിംഗ് സ്കീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ACCA മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് അവർ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ ടേബിൾ തരാറുണ്ട്. ഇങ്ങനെ ടേബിൾ ആയിട്ടാണ് ACCA പ്രൊവൈഡ് ചെയ്യാറ്. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് അവർ ടേബിൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സപ്പോസ് അവർ ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ ഇൻസേർട്ട് ചെയ്തിട്ട് വേണം ഓഡിറ്റ് റിസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് വാട്ട് അഡ്വൈസബിൾ. ഇതാണ് അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കോളം ഈസ് ഫോർ ഓഡിറ്റ് റിസ്ക്, സെക്കൻഡ് കോളം ഈസ് ഫോർ ഓഡിറ്റേഴ്സ് റെസ്പോൺസ്. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞിരുന്നു വെൽ എക്സ്പ്ലെയിൻഡ് സെറ്റ് ഓഫ് പോയിന്റ്, വൺ സെറ്റ് ഓഫ് പോയിന്റിന് 2 മാർക്സ് ആണ് കിട്ടുക. യെസ്, സോ ദാറ്റ് ഈസ് നമ്മുടെ ഓഡിറ്റ് റിസ്കിന് 1 മാർക്ക് കിട്ടും, നമ്മുടെ ഓഡിറ്റേഴ്സ് റെസ്പോൺസിന് 1 മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് മാർക്കിംഗ് സ്കീം ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാണ് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക നമുക്ക്? ഓക്കെ, സോ ബേസിക്കലി നമുക്ക് 1 മാർക്ക് ഓഡിറ്റ് റിസ്കിന് വരുന്നത് ഐഡന്റിഫിക്കേഷൻ പാർട്ട് ഉണ്ട്. ഐഡന്റിഫിക്കേഷൻ വി വിൽ ഗെറ്റ് മാക്സിമം 0.5 മാർക്സ്. ഓക്കെ, then the another 0.5 mark is for the explanation. Explanation ആണ് നമുക്ക് എന്ത് ചെയ്യാം? another 0.5 mark ഉള്ളത്. Okay, then what is basically identification? Identification ഇത്രയേ ഉള്ളൂ. ഒരു ബ്രീഫ് ആയിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക, ദെൻ എന്താണോ ഓഡിറ്റ് റിസ്ക് അതെന്ത് ചെയ്യുക? ബ്രീഫായിട്ടൊന്ന് പറയാം. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഓഡിറ്റ് റിസ്ക് എന്താണോ അതെന്ത് ചെയ്യുക? ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഇതാണ് ഐഡന്റിഫിക്കേഷൻ. നമ്മുടെ ബേസിക്കലി നമ്മുടെ സിനാരിയോ വളരെ ബ്രീഫായിട്ട് പറയാം, വളരെ ബ്രീഫായിട്ട്. അതിന് 1/2 മാർക്ക് കിട്ടും. അടുത്ത എക്സ്പ്ലനേഷൻ ആണ്. എക്സ്പ്ലനേഷൻ അടുത്തൊരു പാരഗ്രാഫ് ആയിട്ട് കൊടുക്കുക. എക്സ്പ്ലനേഷനിൽ നമ്മൾ പറയേണ്ടത് എന്താണ്? എന്തുകൊണ്ടാണ് അതൊരു ഓഡിറ്റ് റിസ്ക് ആയത് എന്ന് പറയണം. യു ഹാവ് ടു എക്സ്പ്ലെയിൻ, യു ഹാവ് ടു ജസ്റ്റിഫൈ വൈ, എന്തുകൊണ്ടാണ് അതൊരു ഓഡിറ്റ് റിസ്ക് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നാലേ 1/2 മാർക്ക് കിട്ടുള്ളൂ. മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് എന്ത് ചെയ്യാറില്ല? എക്സ്പ്ലനേഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കാറില്ല. അതുകൊണ്ട് അവർക്ക് ഓഡിറ്റ് റിസ്ക് 1/2 മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ശ്രദ്ധിക്കുക. ഓക്കെ, സോ എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ കുറച്ച് ടെക്നിക്സ് ഉണ്ട്, ശ്രദ്ധിക്കുക. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ബേസിക്കലി എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. 2 to 3 സെന്റൻസ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറ്. എക്സ്പ്ലനേഷൻസ് കൊടുക്കുമ്പോൾ മിനിമം 2 to 3 സെന്റൻസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സെന്റൻസിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ദ ഗുഡ് പ്രാക്ടീസ് പറയാം. ബേസിക്കലി ആസ് പെർ റെലവന്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, എന്താണ് കറക്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. കറക്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് പറയാം. ഇത് ചിലപ്പോൾ നമുക്ക് എല്ലാ സിനാരിയോയിലും പറയാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ പറ്റുന്ന സിനാരിയോയിൽ എന്ത് ചെയ്യുക? മെൻഷൻ ചെയ്യുക. എന്താണ് കറക്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയാം. ദാറ്റ് ഈസ് വാട്ട് സെന്റൻസ് 1. Okay, sentence 2 is about explain the risk. So here നിങ്ങൾ പറയണം ഇവിടെ റിസ്ക് വന്നിട്ടുള്ളത് എന്ത് എലമെന്റിനാണെന്ന് പറയണം. ബേസിക്കലി അത് വാലുവേഷനിലാണോ റിസ്ക് ഉള്ളത്, ഓഡിറ്റ് റിസ്ക് ഉള്ളത്, അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത് വാലുവേഷനിലാണോ, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനിലാണോ ഈ റിസ്ക് വന്നിട്ടുള്ളതെന്ന് പറയണം. ബേസിക്കലി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ക്ലാസിഫിക്കേഷൻ ആണത്. റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ദിസ് ഇസ് ക്ലാസിഫിക്കേഷൻ. സോ ക്ലാസിഫിക്കേഷനിലാണോ റിസ്ക് വന്നിട്ടുള്ളത്, ഓർ പ്രസന്റേഷനിലാണോ, ഓർ ഡിസ്ക്ലോഷറിലാണോ നമുക്കിവിടെ റിസ്ക് ഉള്ളതെന്ന് പറയണം. ദിസ് ഇസ് വാട്ട് സെന്റൻസ് 2. For example, നമുക്ക് എന്ത് പറയാം? There is a risk that the revenue expenditure may have been incorrectly classified. This is a classification error. Revenue expenditure തെറ്റായിട്ട് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാം. One example. So ഇവിടെ പറയുന്നത് ഇതിലേതെങ്കിലും പറഞ്ഞിട്ടുള്ള ഏതിനാണ് എഫക്ട് ചെയ്യുന്നതെന്ന് പറയാം. വാലുവേഷൻ ആണോ, ക്ലാസിഫിക്കേഷൻ ആണോ, പ്രസന്റേഷൻ ആണോ, ഡിസ്ക്ലോഷർ ആണോ എന്ന് പറയാം. This is what sentence 2. Sentence 3 is about
the conclusion. Sentence 3 മനസ്സിലാക്കുക, this is very mandatory. Sentence 3 എന്താണ്? നിങ്ങൾ ഏത് ഓഡിറ്റ് റിസ്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിലും അതിനകത്ത് കൺക്ലൂഷൻ വേണം. ഈ കൺക്ലൂഷനകത്ത് എന്താ പറയണ്ടേ? You have to state the risk to the balance. നമ്മുടെ അക്കൗണ്ടിങ് ബാലൻസിന് ഉള്ള റിസ്ക് പറയണം. ദാറ്റ് ഈസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇഫ് യു ആർ ഷുവർ അബൌട്ട് ദ ഓവർ സ്റ്റേറ്റ്മെന്റ്, ഒരു ഓഡിറ്റ് റിസ്ക് ഉണ്ട് ആൻഡ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇഫ് യു ആർ ഷുവർ അബൌട്ട് ദി ഓവർ സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓവർ സ്റ്റേറ്റ്മെന്റ് ആവും എന്ന പോയിന്റ് ആണെങ്കിൽ യു ക്യാൻ മെൻഷൻ ഓവർ സ്റ്റേറ്റ്മെന്റ്. ആ ബാലൻസ് ഓവർ സ്റ്റേറ്റഡ് ആവും എന്ന് പറയാം. എപ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓവർ സ്റ്റേറ്റഡ് ആവും എന്നുള്ള പോയിന്റ് ആണെങ്കിൽ. അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഓവർ സ്റ്റേറ്റ്മെന്റ് ആണ് വരാൻ സാധ്യത ഉള്ളതെന്നുണ്ടെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. Also you have to mention the balance. Just there is an overstatement in asset will be overstated എന്ന് പറഞ്ഞാൽ പോരാ, ആ അസെറ്റ് എന്താണെന്ന് പറയാം. PPE ആണെങ്കിൽ PPE എന്ന് പറയണം, റിസീവേഴ്സ് ആണെങ്കിൽ റിസീവേഴ്സ് എന്ന് പറയണം, അലവൻസ് ആണെങ്കിൽ അലവൻസ് എന്ന് പറയണം. അത് സ്പെസിഫൈ ചെയ്യണം, അതിന് മാർക്ക് ഉണ്ട്. ജസ്റ്റ് അസെറ്റ് വിൽ ബി ഓവർസ്റ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടൂല. യു ഹാവ് ടു സ്പെസിഫൈ ദ ബാലൻസ്. ശ്രദ്ധിക്കാം. ദെൻ ചില മിസ്റ്റേറ്റ്മെന്റ്സ് അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആവാൻ സാധ്യതയുണ്ട്. അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആവാം. സോ യു ക്യാൻ മെൻഷൻ ദാറ്റ് ദർ ഇസ് ആൻ അണ്ടർ സ്റ്റേറ്റ്മെന്റ്. Depreciation will be understated. Impairment will be understated. എന്ന് എന്ത് ചെയ്യണം? സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം. ചില സിറ്റുവേഷൻസിൽ അണ്ടർ സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട്, ഓവർ സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ഇൻ ദാറ്റ് കേസ് യു ഹാവ് ടു മെൻഷൻ ദാറ്റ് മിസ്സ്റ്റേറ്റ്മെന്റ്. മിസ്സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയേണ്ടത്. ചില സിറ്റുവേഷൻസിൽ രണ്ട് വരാൻ സാധ്യതയുണ്ട്, ഓവർ സ്റ്റേറ്റ്മെന്റ് വരാം, അണ്ടർ സ്റ്റേറ്റ്മെന്റ് വരാം. സോ യു ഹാവ് ടു ടോക്ക് അബൌട്ട്, യു ഹാവ് ടു മെൻഷൻ ദാറ്റ്, or you have to conclude it as a misstatement. Okay, all right. So മനസ്സിലാക്കുക, നമ്മൾ 3 സെന്റൻസ് പറഞ്ഞു. സോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ മിനിമം 2 സെന്റൻസ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഓഡിറ്റേഴ്സ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മിനിമം 2 സെന്റൻസ് വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതിൽ സെന്റൻസ് 3 മാൻഡേറ്ററി ആണ്. അതിൽ സെന്റൻസ് 3 എന്താണ്? മാൻഡേറ്ററി ആണ്. സോ മോസ്റ്റ് ഓഫ് ദ കേസസ് സെന്റൻസ് 2 ആൻഡ് സെന്റൻസ് 3 ആണ് കൊടുക്കാറുള്ളത്. ചില കേസിൽ സെന്റൻസ് 1, സെന്റൻസ് 2, സെന്റൻസ് 3 കൊടുക്കാറുണ്ട്. മനസ്സിലാക്കുക, സെന്റൻസ് 3 ഇസ് എ മാൻഡേറ്ററി. ഈ റൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. ഒന്ന് നോക്കാം. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇയർ എൻഡ് എപ്പോഴാണ്? 31st July 20x5 ആണ്. ഓക്കെ, ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവർ പറയുന്ന ഇൻഫോർമേഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശരിക്കും ശ്രദ്ധിക്കണം. ഇയർ എൻഡ് 31st July 20x5 ആണ്. നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? ടുഡേസ് ഡേറ്റ് ഈസ് 1st July. അപ്പൊ ഇയർ എൻഡ് കഴിഞ്ഞിട്ടില്ല. ഇയർ എൻഡ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദെൻ യു ആർ ഇൻ ദ പ്ലാനിങ് സ്റ്റേജ് അല്ലേ? യെസ്. ദെൻ യു ആർ ദി ഓഡിറ്റ് സൂപ്പർവൈസർ അറ്റ് Crowe and Company and you're finalizing the planning for your new audit client. Okay, നമ്മുടെ ന്യൂ ഓഡിറ്റ് ക്ലയന്റ് ആണ് മാക്ബി കമ്പനി. സോ മനസ്സിലാക്കുക, ന്യൂ ഓഡിറ്റ് ക്ലയന്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസിക് ഓഡിറ്റ് റിസ്ക് പോയിന്റ് ആണ്. ഒരു ക്ലാസിക് പോയിന്റ് ആണ്. ഓക്കെ, സോ ന്യൂ ഓഡിറ്റ് റിസ്ക് ആകുമ്പോൾ ഇവിടെയുള്ള ഒരു ഓഡിറ്റ് റിസ്ക് എന്താണ്? നമുക്കറിയാം, ഇതൊരു പുതിയ ക്ലയന്റ് ആണ്. സോ ബേസിക്കലി പുതിയൊരു ക്ലയന്റ് ആകുമ്പോൾ നമ്മൾ ഈ ക്ലയന്റിന്റെ
അക്കൗണ്ടിങ് ബാലൻസസ് ട്രാൻസാക്ഷൻസുമായിട്ട് ഫെമിലിയർ അല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡിറ്റക്ഷൻ റിസ്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മൾ ഇവിടെ ട്രാൻസാക്ഷൻസ് ഫെമിലിയർ അല്ലാത്തത് കൊണ്ട് ഡിറ്റക്ഷൻ റിസ്ക് വരാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ഡിറ്റക്ഷൻ റിസ്ക്? ഡിറ്റക്ഷൻ റിസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലയന്റിന്റെ എഫേഴ്സിലുള്ള മിസ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റർ ഡിറ്റക്ട് ചെയ്യാതിരിക്കാം. അത് മേ ബി ഓഡിറ്റിന്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് സഫീഷ്യന്റ് ആയിരിക്കില്ല. സോ ഈ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഓഡിറ്റർ എഫേഴ്സിലുള്ള മിസ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുന്നില്ല, ഡിറ്റക്ട് ചെയ്യുന്നില്ല. ദിസ് ഇസ് വാട്ട് എ ഡിറ്റക്ഷൻ റിസ്ക്. അപ്പോൾ ന്യൂ ഓഡിറ്റ് ക്ലയന്റ് ആണെങ്കിൽ ഡിറ്റക്ഷൻ റിസ്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം നമുക്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് കൊടുക്കൽ മാൻഡേറ്ററി അല്ല, പക്ഷേ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് സജസ്റ്റ് ചെയ്യാറുണ്ട് ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഓക്കെ, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മളെ പേപ്പർ കറക്റ്റ് ചെയ്യുന്നവരും മനുഷ്യന്മാരാണ്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നല്ല പോലെ പ്രസന്റ് ചെയ്യാം. സോ നമ്മുടെ എക്സാമിനറെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം, ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുക, പ്രസന്റ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യാം. സോ അത്ര അപ്പോൾ നല്ല വൃത്തിക്ക് നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഹെൽപ്പിംഗ് ദി എക്സാമിനർ. സോ ഇംപ്രഷൻ മാറ്റേഴ്സ്. സോ ഇഫ് യു ആർ ഹെൽപ്പിംഗ് ദി എക്സാമിനർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതെപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യാം. സോ നല്ലൊരു ഇംപ്രഷൻ കിട്ടും. ഇറ്റ് ഹൈലൈറ്റ് ദ പ്രൊഫഷണലിസം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു ഹെഡിങ് കൊടുത്തിട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഹെഡിങ് കൊടുത്തു ആൻഡ് നമ്മൾ റിസ്ക് ഐഡന്റിഫൈ ചെയ്തു. ന്യൂ ക്ലയന്റ് ആണ്. ഓക്കെ, ന്യൂ ക്ലയന്റ് അല്ലാത്തത് കൊണ്ട് വി വിൽ നോട്ട് ബി ഫെമിലിയർ വിത്ത് ദി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ്. ഇതാണ് ഇവിടുത്തെ കീ പോയിന്റ്. ഓക്കെ, then we are going to do explanation. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിന് നമുക്ക് ഹാഫ് മാർക്കാണ് കിട്ടുക കേട്ടോ. ഇപ്പൊ എഴുതി വെച്ചതിന് ഹാഫ് മാർക്കാണ് കിട്ടുക. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. എന്താ, there will be an increased risk of detection risk. എന്തുകൊണ്ട് ഡിറ്റക്ഷൻ റിസ്ക് വരാൻ സാധ്യതയുള്ളത്? ബിക്കോസ് there is a less assurance over the opening balances. ബിക്കോസ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസസ് ഒന്നും എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസസ് ഓഡിറ്റ് ചെയ്ത് നമ്മളല്ല. അപ്പോൾ വി ആർ നോട്ട് ഷുവർ അബൌട്ട്, ദർ ഇസ് എ ലെസ് അഷുറൻസ് ഓൺ ദി ഓപ്പണിംഗ് ബാലൻസസ്. കാരണം നമ്മളല്ല ഓഡിറ്റ് ചെയ്ത കഴിഞ്ഞ വർഷങ്ങളിൽ. സോ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് എല്ലാം ട്രൂ ആൻഡ് ഫെയർ ആണോ നമുക്ക് ഉറപ്പില്ല. സോ ദാറ്റ്സ് എ റിസ്ക് ഹിയർ. ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടെന്ന് പറയാം. ലെസ് അഷുറൻസ് ഓവർ ദി ഓപ്പണിംഗ് ബാലൻസസ്. സോ ഇതാണ് കീ പോയിന്റ്. ഈ കീ പോയിന്റ് നിങ്ങളുടെ ആൻസറിൽ വേണം. ഓക്കെ, ഓക്കെ, സോ വാട്ട് വിൽ ബി ദ റെസ്പോൺസ്? ഈ ഒരു സിറ്റുവേഷനിൽ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറ, ഈ ഒരു സിറ്റുവേഷനിൽ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്മളല്ല പ്രീവിയസ് ഓഡിറ്റർ ഉണ്ടായിരുന്നത്. സോ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, ഒരു എക്സ്പീരിയൻസ്ഡ് ടീമിനെ ഇവിടെ അലോക്കേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ, സോ എക്സ്പീരിയൻസ് ടീമിനെ ഇവിടെ അലോക്കേറ്റ് ചെയ്യണം ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദേ ഹാവ് ആഡിക്വേറ്റ് ടൈം. ഓഡിറ്റ് ചെയ്യാനുള്ള ആഡിക്വേറ്റ് ടൈം ഉണ്ട് പറയാം, ടൈം ഉണ്ടോ നോക്കുക. ഓൾസോ ദേ ഷുഡ് ഗിവ് ടീം ബ്രീഫിംഗ്, പ്രോപ്പർ ബ്രീഫിംഗ് കൊടുക്കണം. Also, there should be an increased testing on the opening balances. Opening balances എന്ത് ചെയ്യണം, നല്ല പോലെ ടെസ്റ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ഇതൊരു ക്ലാസിക് പോയിന്റ് ആണ്. എവിടെയൊക്കെ ന്യൂ ഓഡിറ്റ് ക്ലയന്റ് എന്ന് പറഞ്ഞാലും
ന്യൂ ഓഡിറ്റ് ക്ലയന്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സെയിം പോയിന്റ് എഴുതി വെക്കാം. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം. ഇതൊന്ന് വായിച്ചു നോക്കി. എന്താ പറയുന്നത്, ലെറ്റ്സ് ഡു വൺ തിങ്. എൻ്റെ സ്ക്രീനിന് ഒരു സൈഡ് കാണുന്നില്ല തോന്നുന്നു അല്ലേ. നമുക്ക് വേർഡ് ഡോക്യുമെന്റിൽ ക്വസ്റ്റ്യൻ വായിക്കാം, പ്രശ്നമുണ്ടോ? ഓക്കെ, ഓക്കെ, യാ എന്താ പറയുന്നത്? So during the year, the company spent a 0.5 million on refurbishing expenditure, refurbishing its store to improve the customer experience. Okay, then all of this expenditure has been recognized in the SOFP as property, plant and equipment. എന്താ പറയുന്നത്, കമ്പനി 0.75 million എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. യെസ്, ദെൻ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ 0.75 million എല്ലാ എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റലൈസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നൗ തിങ്ക് ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് എൻ ഓഡിറ്റർ. ആലോചിച്ച് നോക്കുക, ഈ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് എന്തായിരിക്കും FS വരാൻ സാധ്യതയുള്ള മിസ്റ്റേറ്റ്മെന്റ്? ആലോചിച്ച് നോക്ക്, ഈ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് FS വരാൻ സാധ്യതയുള്ള മിസ്റ്റേറ്റ്മെന്റ് എന്താ? ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് ആലോചിച്ച് നോക്കാം. IA-16 ആണ് ഇവിടെ അപ്ലിക്കബിൾ. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആലോചിച്ച് നോക്കാൻ പറ്റും. നമുക്കറിയാം, ഒരു എക്സ്പെൻഡിച്ചർ, സബ്സീക്വന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ വരാം. അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആവാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവാം. സപ്പോസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് SOPL എക്സ്പെൻസ് ചെയ്യണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ യെസ് എന്ത് ചെയ്യണം, PPL അത് എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം. ഇപ്പോൾ ഓഡിറ്റർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുകയാണ്, വാട്ട് ഇഫ് സം റവന്യൂ എക്സ്പെൻഡിച്ചർ അവർ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലോ, ഇൻകറക്റ്റ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. ഒരു ക്ലാസിഫിക്കേഷൻ എറർ ഉണ്ടായല്ലോ, ഒരു പോസിബിലിറ്റി കാണാം കേട്ടോ. വാട്ട് ഇഫ് ആ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറിന് അവർ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ തിരിച്ചു വരാം. തിരിച്ചു വരാൻ സാധ്യതയില്ല, അവരെല്ലാം ക്യാപിറ്റലൈസ് ചെയ്തേക്കാണല്ലേ. ഓക്കെ, വാട്ട് ഇഫ് ആ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലോ? സോ ദിസ് ഇസ് വാട്ട് ഓഡിറ്റ് റിസ്ക്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, അത്ര ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. നെഗറ്റീവായിട്ട് ആലോചിക്കുക, എങ്ങനെയൊക്കെ ഇത് തെറ്റായിട്ട് FS വരാം എന്ന് മാത്രം ആലോചിച്ചാൽ മതി. നെഗറ്റീവായിട്ട് ആലോചിച്ചാൽ മതി. ഇവിടെ എവിടെയൊക്കെ അവർ തെറ്റ് വരുത്താം, ആ തെറ്റ് വരുത്താൻ സാധ്യതയുള്ളത് റിസ്ക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്രേ ഉള്ളൂ. സോ നമ്മൾ ഹെഡിങ് കൊടുത്തു, റീഫർബിഷിംഗ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, എന്നിട്ട് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാണ്. വളരെ ബ്രീഫായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്തു, ഹാഫ് മാർക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് PP എന്ന് കൊടുത്താൽ എത്ര മതി, ബ്രീഫായിട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ദർ ഇസ് എ റിസ്ക് ദാറ്റ് some item of revenue expenditure may have been capitalized in contravention of IA-16. So IA-16
എതിരായിട്ട് IA-16 എതിരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ചിലപ്പോൾ ചില റവന്യൂ എക്സ്പെൻഡിച്ചർ അവർ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, IA-16 മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന്. നിർബന്ധമില്ല. ഓക്കെ, IA-16 എന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, മാർക്ക് പോവില്ല. സപ്പോസ് IA-16 എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ നമ്പർ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ മാർക്ക് പോവില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, തെറ്റായിട്ട് നിങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മെൻഷൻ ചെയ്താൽ മാർക്ക് പോകും. ഓക്കെ, നമ്മൾ പറഞ്ഞു ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാകാം, വിച്ച് ലീഡ്സ് ടു, ഓക്കെ, നമ്മളിപ്പോ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? നമ്മുടെ PPE ബാലൻസ് ഓവർ സ്റ്റേറ്റ് ആവാൻ സാധ്യതയില്ലേ? യെസ്. So we will explain that, which leads in PPE is overstated and expenses are understated. അപ്പോൾ എക്സ്പെൻസസ് അണ്ടർസ്റ്റേറ്റഡ് ആവും, PPE എന്ത് ചെയ്യും? ഓവർസ്റ്റേറ്റഡ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർസ്റ്റേറ്റഡ് ആവാനാണ് സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ there is a possibility of overstatement, or PPE ഓവർസ്റ്റേറ്റഡ് ആവും. ആ സിറ്റുവേഷൻസിൽ നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും? അണ്ടർസ്റ്റേറ്റഡ് ആവും. ബേസിക്കലി എക്സ്പെൻസസ് എന്ത് ചെയ്യും? അണ്ടർസ്റ്റേറ്റഡ് ആവും. സോ ഇത് റാൻഡം ആയിട്ട് പറയുന്ന കാര്യമല്ല, നമ്മുടെ എക്സ്പ്ലനേഷൻ പ്രകാരമാണ് അണ്ടർസ്റ്റേറ്റഡ് ആണോ, ഓവർ സ്റ്റേറ്റഡ് ആണോ, അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റഡ് ആണോ എന്ന് പറയേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് റെസ്പോണ്ട് ചെയ്തോ, എന്താന്ന് വെച്ചാൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തോ. ഓക്കെ, റൈറ്റ്. ഇനി എങ്ങനെയാണ് നമുക്കിത് റെസ്പോൺസ് ചെയ്താൻ പറ്റുക? ഇപ്പൊ നമ്മുടെ ഡൗട്ട് എന്താ? അവിടെ ചില റവന്യൂ എക്സ്പെൻഡിച്ചർ തെറ്റായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിച്ചിട്ടുണ്ടോ എന്ന് ഡൗട്ടാണ് നമ്മുടെ. റവന്യൂ എക്സ്പെൻഡിച്ചർ തെറ്റായിട്ട് അവര് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ഡൗട്ട്. ഇതെങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റുക? ഇതൊരു ഡൗട്ടാട്ടോ സ്റ്റുഡൻസ്, ഗൈസ്, ഇതൊരു ഡൗട്ടാണ്. ഈ ഡൗട്ട് അല്ലെങ്കിൽ ഈ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? എന്താ ചെയ്യണ്ടേ? സോ ഓഡിറ്റർ എന്ത് ചെയ്യും? നമ്മുടെ ഇതിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കും, അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് എക്സ്പ്ലെയിൻസ് ദ ഡീറ്റെയിൽസ്. ഓരോ കോസ്റ്റ് ഡീറ്റെയിൽസ് പറയും, ഏതൊക്കെ കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ടെന്ന് അതിൽ കാണിക്കും, അതിന്റെ എമൗണ്ട് കാണിക്കും. സോ ആ കോസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ക്യാപിറ്റൽ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന്. സോ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ബേസിക്കലി സ്റ്റേറ്റ്മെന്റ് ആണ്, ഏതൊക്കെ കോസ്റ്റ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഷെഡ്യൂൾ എടുക്കുക, നോക്കുക ഏതൊക്കെ കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ആ കോസ്റ്റ് നിങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൂടെ ചെയ്യണം? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ലൈക്ക് ഇൻവോയ്സുമായിട്ട് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. എന്തിനാ ഇൻവോയ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഓക്കെ, ഷെഡ്യൂൾ എന്ന് പറയുന്ന കമ്പനി പ്രിപ്പയർ ചെയ്യുന്നതല്ലേ? യെസ്. സോ ഓരോ കോസ്റ്റിനും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻവോയ്സ് നോക്കണം. ഇൻവോയ്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും അത് ക്യാപിറ്റൽ നേച്ചർ ആണോ എന്നുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. ഇനി അടുത്തൊരു റിസ്ക് പറയാം. ഇത് നോക്കി, യാ, ഓക്കെ.
ഓക്കെ, സോ അവർ പറയുന്നത് എന്താണ്? കമ്പനി ഹാസ് എ നമ്പർ ഓഫ് കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ഹു ബൈ ഗുഡ്സ് ഓൺ 90 days ക്രെഡിറ്റ്. അപ്പോൾ ക്രെഡിറ്റ് പീരിയഡ് ഇസ് 90 days. ഓക്കെ, ദെൻ and the level of receivables which are overdue for payment has increased from the prior year. കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓവർഡ്യൂ ബാലൻസ് കൂടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് സമയമായിട്ടും 90 days കഴിഞ്ഞിട്ടും പേ ചെയ്യാത്തവരുണ്ട്, അത് കൂടിയിട്ടുണ്ട്. ഓക്കെ, the finance director has said she does not intend to make any further allowance for receivables as overdue payments are becoming common in the industry. So നമ്മുടെ ഫൈനാൻസ് ഡയറക്ടർ പറയുന്നുണ്ട് ഈ ഡിലേഡ് പേയ്മെന്റ് കോമൺ ആണ് ഇൻഡസ്ട്രിയിൽ, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അലവൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ എഫ് എസിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ ഓക്കെ എഫ് എസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റിസീവബിൾസ് കൂടിയിട്ടുണ്ട് അല്ലേ. 7.2 million ഉള്ള റിസീവബിൾസ് 9 million ആയിട്ടുണ്ട്. റിസീവബിൾസ് ഇൻക്രീസ് ആവുന്നുണ്ട്. യെസ് യെസ് ഓൾസോ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളോട് റിക്വയർമെന്റിൽ റിസീവബിൾസ് ഡേയ്സ് കാണാൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല, റിസീവബിൾസ് ഡേയ്സ് കാണാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അത് തോന്നുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കിയേ. എഫ് എസ് തന്നിട്ടുണ്ട്, ഓൾസോ ഇത്രയും റേഷ്യോസ് കൂടി കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അവർ. കൺഫേം ചെയ്തേ. അവര് എഫ് എസിന്റെ ഒരു എക്സ്ട്രാക്ട് തന്നിട്ടുണ്ട്, പ്ലസ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, ഇൻവെന്ററി ഹോൾഡിംഗ് പീരിയഡ്, റിസീവബിൾ കളക്ഷൻ പീരിയഡ്, ഇതുകൂടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അവർ. അപ്പോ റിസീവബിൾ കളക്ഷൻ പീരിയഡ് എടുക്കാം. റിസീവബിൾ കളക്ഷൻ പീരിയഡ് എത്രയായിട്ടുണ്ട്? കഴിഞ്ഞ വർഷം 101 ദിവസം കൊണ്ടാണ് റിസീവബിൾസിനെ കളക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ വർഷം 149 days എടുക്കുന്നുണ്ട്. സോ റിസീവബിൾസ് ഡേയ്സ് കൂടിയിട്ടുണ്ട്. ആൻഡ് മനസ്സിലാക്കുക, നമ്മുടെ ക്രെഡിറ്റ് പീരിയഡ് എത്രയാണ്? 90 days ഉള്ളൂ. ക്രെഡിറ്റ് പീരിയഡ് 90 days ആണ് ആവറേജ്. പക്ഷേ നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നുണ്ട്? 149 days എടുക്കുന്നുണ്ട്. സോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ഷൻ ഡിലേ ആയി കഴിഞ്ഞാൽ, ഓവർഡ്യൂ ആയി കഴിഞ്ഞാൽ എന്താണ് ഓഡിറ്റ് റിസ്ക് ഉള്ളത് ഇവിടെ? എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആലോചിക്കുക, അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിൽ ആലോചിക്കുക. ഓഡിറ്ററുടെ കൺസേണിൽ എന്താണ്? എഫ് എസ് കറക്റ്റ് ആയാൽ മതി. കമ്പനി നഷ്ടത്തിലായിക്കോട്ടെ, കമ്പനി അവർക്ക് റെപ്യൂട്ടേഷൻ റിസ്ക് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കമ്പനിക്ക് ക്യാഷ് ബാലൻസ് ഇല്ലാതിരുന്നോട്ടെ, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഓഡിറ്ററുടെ പ്രശ്നം എന്താ? എഫ് എസ് ട്രൂ ആൻഡ് ഫെയർ ആയാൽ മതി. അപ്പോ ഇങ്ങനെ റിസീവബിൾസ് ഓവർഡ്യൂ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കമ്പനി എന്ത് ചെയ്യണം? അലവൻസ് ക്രിയേറ്റ് ചെയ്യണം. അലവൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് റിസീവബിൾസിന്റെ വാലുവേഷൻ എന്ത് ചെയ്യും? ഇഫക്റ്റ് ചെയ്യും. ദെൻ ഇറ്റ് ഈസ് എ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. അലവൻസ് ക്രിയേറ്റ് ചെയ്യണം. അലവൻസ് ഇവിടെ ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ്സ് എ മിസ്സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ആണോ? സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ റിസീവബിൾസും റേഷ്യോസും കൂടെ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഐഡന്റിഫിക്കേഷൻ ചെയ്യാണ്. ഹെഡിങ് കൊടുത്തു, ഐഡന്റിഫിക്കേഷൻ ചെയ്തു, ഹാഫ് മാർക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാ? നമ്മൾ റേഷ്യോസ് വെച്ചിട്ട്. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് എന്ത്? റിസീവബിൾ കളക്ഷൻ പീരിയഡ് ഇൻക്രീസ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്.
ഇങ്ങനെയാണ് റേഷ്യോസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് റേഷ്യോസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് പോയിന്റ് ചെയ്തേണ്ടത്. ഇവിടെ റിസ്ക് എന്താന്ന് വെച്ചാൽ സം ഓഫ് ദ കസ്റ്റമേഴ്സ് മെ നോട്ട് പേ ആൻഡ് റിസീവബിൾ പേയ്മെന്റ്സ് ആർ നോട്ട് റിക്കവറബിൾ. അപ്പോൾ ചില കസ്റ്റമേഴ്സ് പേയ്മെന്റ് ചെയ്യില്ല, സോ ബാലൻസസ് എന്തായിരിക്കും, ഇറിക്കവറബിൾ ആയിരിക്കും. അതുകൊണ്ട് the receivables balance will be overstated and allowances for receivables will be understated. Okay. Then നമ്മുടെ റെസ്പോൺസസ് എന്തായിരിക്കും, ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എന്താണ്? അപ്പോൾ ഓഡിറ്റർക്ക് ഇവിടെ എന്താ ഡൗട്ട് ഉള്ളത്? ഓഡിറ്റർക്ക് ഡൗട്ട് ഉള്ള ഇതാണ്, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമോ ഇല്ലയോ എന്നാണ് ഓഡിറ്ററുടെ ഡൗട്ട്. അത്രേ ഓഡിറ്റർക്ക് ഡൗട്ട് ഉള്ളൂ. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമോ ഇല്ലയോ. പൈസ കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ഫൈൻ, അലവൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട. സപ്പോസ് ചില കസ്റ്റമേഴ്സ് പൈസ തരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അലവൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കമ്പനി അലവൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ കൺഫേം ചെയ്യാനുണ്ട്. ഇവിടെ പൈസ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യാനുണ്ട്. സോ ഇവിടെ നമുക്കറിയാം റിസീവബിൾസ് ആയിക്കോട്ടെ, പേയബിൾസ് ആയിക്കോട്ടെ, ഇവർ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഹെഡ് ആണ് ക്രെഡിറ്റ് കൺട്രോളർ. നമുക്ക് ക്രെഡിറ്റ് കൺട്രോളോട് ചോദിക്കാം ദ പോസിബിലിറ്റി ഓഫ് റിക്കവറിംഗ് ദ എമൗണ്ട്. അപ്പൊ ഏതെങ്കിലും കസ്റ്റമർ പേയ്മെന്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആളുടെ പേരിൽ അലവൻസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബാഡ് അപ്റ്റ് ചാർജ് ചെയ്യാം. ഓൾസോ നമുക്ക് എന്തുകൂടെ ചെയ്യാം, പോസ്റ്റ് ഇയർ എൻഡഡ് ക്യാഷ് റിസീപ്റ്റ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇയർ എൻഡിന് ശേഷം ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലവർ പേയ്മെന്റ് ചെയ്യും. ചില കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ ഇയർ എൻഡ് 31 ഡിസംബർ ആണെന്ന് വിചാരിച്ചോ, നമ്മുടെ ഇയർ എൻഡ് 31 ഡിസംബർ ആണ്. നോർമലി ഇയർ എൻഡിന് ശേഷമാണ് ഇയർ എൻഡ് ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫൈനൽ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ലെറ്റ്സ് സേ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫെബ്രുവരിയിലാണെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഇയർ ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോസ്റ്റ് ഇയർ എൻഡ് ക്യാഷ് റിസീപ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഡിസംബറിന് ശേഷം, ദാറ്റ് ഈസ് ജാനുവരി മന്തിൽ വല്ല ക്യാഷ് കളക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. സോ ഏതെങ്കിലും കസ്റ്റമേഴ്സ് പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ we can confirm on the recoverability. ഒന്നുകൂടി അഡീഷണൽ എവിഡൻസ് കിട്ടാണ് എന്ത്, ആ കസ്റ്റമർ പൈസ തരുമോ ഇല്ലെന്ന്. അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് ഇയർ എൻഡിന്റെ ക്യാഷ് റിസീപ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുന്നത്, ആരെങ്കിലും പൈസ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കാണ്. So this is also further evidence. Okay. All right. അടുത്ത ഒരു ട്രാൻസാക്ഷൻ നോക്കാം. ഈ ഒരു പാരഗ്രാഫ് നോക്കി. അജാസ്, എനിക്കറിയാം, നിന്നെ അറിയാം. ഏത് അജാസ് ആണോ? ഓക്കെ, എന്താ പറയുന്നത് ഇവിടെ? സോ കാർഡ് ഓർ ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് കസ്റ്റമേഴ്സ് പേ ചെയ്യുന്നത്. ഓക്കെ, ഓരോ ബില്ലിംഗ് സ്റ്റാഫിന്റെ
ഓരോ ബില്ലിംഗ് സ്റ്റാഫിന്റെ ഡ്യൂട്ടി കഴിയുമ്പോൾ സ്റ്റോർ മാനേജർ എന്ത് ചെയ്യും? generate a report from each cash register which confirms the cash takings. Okay, so at the end of the work day, എല്ലാ ദിവസവും കഴിയുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റോർ മാനേജർ എന്ത് ചെയ്യും? ഒരു ഓവറോൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും ബേസ്ഡ് ഓൺ ദ കളക്ഷൻസ്. ദ ക്യാഷ് ഇസ് ദെൻ കൗണ്ടഡ് ആൻഡ് കമ്പയർഡ് ടു ദ റിപ്പോർട്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ആ റിപ്പോർട്ടുമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ക്യാഷ് കൗണ്ട് ചെയ്യും. ആ കൗണ്ട് ചെയ്തത് എന്ത് ചെയ്യും? റിപ്പോർട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ടാലി ആവുന്നുണ്ടോ നോക്കും. Since the new system was installed, head office now receives daily cash taking reports which have shown an increasing number of cash shortages. എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ റിപ്പോർട്ടിൽ സംഭവിക്കുന്നുണ്ട്, ക്യാഷ് ഷോർട്ടേജസ് നടക്കുന്നുണ്ട്. Then these differences have not been investigated or reconciled. എന്താ പറയുന്നത്? അത് ചെറിയ എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല? മാനേജേഴ്സ് എന്ത് ചെയ്യുന്നില്ല? അത് റീകൺസൈൽ ചെയ്യുന്നില്ല, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ മനസ്സിലാക്കുക, ചെറിയൊരു എമൗണ്ട് ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കത് ഒഴിച്ചുവിടാൻ പറ്റില്ല. ബിക്കോസ് ഇത് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് നോട്ട് എ വൺ ഓഫ് ട്രാൻസാക്ഷൻ. ഇത് ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ടെന്നാ പറയുന്നത്, അല്ലേ? സോ ഇങ്ങനെ ഉള്ള സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഫ്രോഡിന് സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ ഈ ക്യാഷ് കൗണ്ടറിൽ നിൽക്കുന്നവർ എന്ത് ചെയ്യും? ചെറിയ ചെറിയ എമൗണ്ട് ഡെയിലി എന്ത് ചെയ്യും? എടുക്കും. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇതൊരു വലിയ എമൗണ്ട് ആയിരിക്കും. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് എ ഫ്രോഡ്. അപ്പൊ ഒരിക്കലും കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല? ഇത് ചെറിയ എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. സോ ഇത് കമ്പനിയുടെ മിസ്റ്റേക്ക് ആണ് ഇവിടെ. കമ്പനി എന്ത് ചെയ്യണം? ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് റീകൺസൈൽ ചെയ്യണം. ഇതാണ് ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു ഗുഡ് ഇന്റേണൽ കൺട്രോൾ പ്രാക്ടീസ് ഉള്ള കമ്പനി ചെയ്യേണ്ടത്. ഒരു നല്ല അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഇന്റേണൽ കൺട്രോൾ ഉള്ള കമ്പനി എന്താ ചെയ്യേണ്ടത്? ഈ ഡിഫറൻസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇഫ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ദിസ് ഇസ് എ കൺട്രോൾ റിസ്ക്. ഇത് ഓഡിറ്റ് റിസ്കിനകത്ത് വരുന്ന ഒരു കൺട്രോൾ റിസ്ക് ആണ്. ഓക്കെ, സോ കമ്പനി ഇന്റേണൽ കൺട്രോൾസ് മര്യാദക്ക് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾസ് വീക്ക് ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ കൺട്രോൾ റിസ്ക് ആണ്. ഓക്കെ, സോ ഐഡന്റിഫൈ ചെയ്തു. സോ ഐഡന്റിഫിക്കേഷൻ ഇസ് ഫസ്റ്റ് പാരഗ്രാഫ്. ഇങ്ങനെ തന്നെ ചെയ്യാം. ഐഡന്റിഫിക്കേഷൻ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുക. ആൻഡ് ഒരു ലൈൻ വിട്ടിട്ട് വേണം എക്സ്പ്ലനേഷൻ കൊടുക്കാൻ. എക്സാമിനർ തെറ്റിദ്ധരിച്ചോട്ടെ നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ട് എന്ന്. അല്ലെ, എക്സാമിന് വിചാരിച്ചോട്ടെ നമ്മൾ തറവാട്ട് പറഞ്ഞ ആളാണെന്ന്, അല്ലെ? തെറ്റിദ്ധരിച്ചോട്ടെ. സോ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്ത് ചെയ്യുക? ഐഡന്റിഫിക്കേഷൻ. സെക്കൻഡ് പാരഗ്രാഫിലാണ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇത് ഫ്രോഡ് ആണെന്ന് പറയണം. ആൻഡ് പറയണം ഇത് അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ, ചെറിയ ചെറിയ എമൗണ്ട് അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ ഇത് മെറ്റീരിയൽ ആവാനുള്ള സാധ്യത ഉണ്ട്. ദർ ഇസ് എൻ ഇൻക്രീസ് റിസ്ക് ഓഫ് കൺട്രോൾ റിസ്ക് ഉണ്ടെന്ന് പറയണം. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഫ്രോഡ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റാം? സോ മനസ്സിലാക്കുക, ഈ ഒരു സിറ്റുവേഷനിൽ വളരെ റിസ്കി ആയിട്ടുള്ള ഏരിയയിൽ ഓഡിറ്റർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ദേ ഹാവ് ടു മെയിൻറ്റെയിൻ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. ഓഡിറ്റർ എന്ത് ചെയ്യണം? ദേ ഷുഡ് മെയിൻറ്റെയിൻ ക്വസ്റ്റ്യനിങ് മൈൻഡ്. ഒന്നും എന്ത് ചെയ്യരുത്? കണ്ണടച്ച് വിശ്വസിക്കരുത്. എവിഡൻസ് കണ്ടിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വിശ്വസിക്കാൻ പാടുള്ളൂ. ദിസ് ആറ്റിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. ആൻഡ് ഓൾസോ വി ഹാവ് ടു കണ്ടക്ട് എക്സ്റ്റെൻഡഡ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആസ് വെൽ. സോ ക്യാഷ് സൈക്കിളിന്റെ മുകളിൽ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റെൻസീവ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഫ്രോഡ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമുക്കൊരു റേഷ്യോ പോയിന്റ് പറയാം. Okay, something related to inventory.
എന്താ പറയുന്നത്, നമ്മുടെ ഇൻവെന്ററിയുടെ കോസ്റ്റ് ഈസ് 0.1 million വിച്ച് ഈസ് കണ്ടാമിനേറ്റഡ്. എന്ത് ചെയ്തിട്ടുണ്ട്, ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ദാറ്റ് മീൻസ് ദ പ്ലാന്റ്സ് മെ നോട്ട് ബി ഏബിൾ ടു സോൾഡ്. എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് സെല് ചെയ്യാൻ പറ്റില്ല, സിൻസ് ഇറ്റ് ഈസ് ഡാമേജ്ഡ്. Tests are currently being carried out to determine whether the contamination can be remedied. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് എന്ത്, കമ്പനി നോക്കുന്നുണ്ട് എന്ത്, ഈ ഡാമേജ് സോൾവ് ചെയ്തിട്ട് സെല്ല് ചെയ്യാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. സോ ഡാമേജ്ഡ് ഇൻവെന്ററി അല്ലെങ്കിൽ ഒബ്സൊലീറ്റ് ഇൻവെന്ററി ഉണ്ടെങ്കിൽ നമ്മൾ ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഇൻവെന്ററിയുടെ NRV ആയിരിക്കും കോസ്റ്റിനെക്കാളും കുറവുണ്ടാവാം. ഡാമേജ്ഡ് ഇൻവെന്ററി, ഒബ്സൊലീറ്റ് ഇൻവെന്ററി, ഈ സിറ്റുവേഷൻസിലൊക്കെ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് നമ്മുടെ NRV ആയിരിക്കും കോസ്റ്റിനെക്കാളും കുറവുണ്ടാവാം. സോ ഇവിടെ ഇൻവെന്ററി വാല്യുവേഷൻ റൂൾ ഒന്ന് റീകോൾ ചെയ്തേ. As per IAS 2 inventory, the inventory should be valued at the lower of cost and NRV. കോസ്റ്റ്, NRV ഇതിൽ ഏതാണോ കുറവ് അതിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ ഡാമേജ് ഉണ്ടാവുന്ന കേസിൽ NRV ആയിരിക്കും കോസ്റ്റിനെക്കാളും കുറവുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ബുക്സിൽ കോസ്റ്റിലായിരിക്കും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ കോസ്റ്റിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, NRVയിലോട്ട് റൈറ്റ് ഡൗൺ ചെയ്യേണ്ടി വരും. ആ കോസ്റ്റിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, NRVയിലോട്ട് എന്ത് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ? അതാണ് ഇവിടുത്തെ കറക്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഓൾസോ റീഷോസ് നോക്കാം. നമുക്കിവിടെ ഇൻവെന്ററി ഡേയ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻവെന്ററി ഡേയ്സ് നോക്കിയേ. കഴിഞ്ഞ വർഷം 28 ഡേയ്സ് ആണ്, ഈ വർഷം അത് 54 ഡേയ്സ് ആയി. സോ അതിന്റെ അർത്ഥം ഓക്കെ, കഴിഞ്ഞ വർഷത്തെക്കാളും ഓൾമോസ്റ്റ് 2 ടൈംസ് എടുക്കുന്നുണ്ട്, ഇരട്ടി ദിവസം എടുക്കുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ വർഷത്തെക്കാളും ഇരട്ടി ദിവസം എടുക്കുന്നുണ്ട് ഈ വർഷം നമ്മൾ ഇൻവെന്ററി സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് മീൻസ് അവർക്ക് ഇൻവെന്ററി വിറ്റൊഴിക്കാൻ പറ്റുന്നില്ല. സോ ഇത് ഡാമേജ്ഡ് ഇൻവെന്ററി ഉണ്ടായതുകൊണ്ടാണ്, ഡാമേജ്ഡ് ഇൻവെന്ററി ആയതുകൊണ്ടാണ് അവർക്ക് വിറ്റൊഴിക്കാൻ പറ്റാത്തത്. സോ അതുകൂടെ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പ്ലനേഷനിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ഓഡിറ്റ് റിസ്കിനെ നമ്മുടെ റേഷ്യോയുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ ഐഡന്റിഫിക്കേഷൻ ശ്രദ്ധിക്കുക, എമൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ക്വസ്റ്റ്യൻസിലെ എമൗണ്ട് നമ്മൾ നമ്മുടെ ആൻസറിൽ മെൻഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒന്നുകൂടി നമ്മുടെ ആൻസർ സിനാരിയോ സ്പെസിഫിക് ആക്കാൻ പറ്റുക, ഒന്നുകൂടെ ലൈവ്ലി ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസിലുള്ള എമൗണ്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ പറയുന്നു ആസ് പെർ ദ റെലവന്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അറിയില്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി, ആസ് പെർ ദി റെലവന്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. റെലവന്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സെന്റൻസ് 1. ഓർക്കുന്നുണ്ടോ? സെന്റൻസ് 1. Yeah. Then this is sentence 2. And this is sentence 3. Right? നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് വാലുവേഷൻ മിസ്റ്റേക്ക് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലെ, വാലുവേഷൻ റിസ്ക് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ ദെൻ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യാം, ഫൈനാൻസ് ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെന്ററി റൈറ്റ് ഡൗൺ ചെയ്യണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നമുക്ക് എഗ്രി ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് പോയിന്റാണ് മേജർ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു പോയിന്റ് റെസ്പോൺസ്, ഒറ്റ റെസ്പോൺസ് എഴുതിയാൽ മതി കേട്ടോ. 2 റെസ്പോൺസ് എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ റെസ്പോൺസ് എഴുതിയാൽ മതി.
സോ ഇതിൽ ഏതെങ്കിലും ഒരു റെസ്പോൺസ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, okay. Also, let me explain some classic ratio audit risk പറഞ്ഞുതരാം. Some classic ആയിട്ടുള്ള നമ്മുടെ ഓഡിറ്റ് റേഷ്യോസ് വെച്ചിട്ടുള്ള ഓഡിറ്റ് റിസ്ക് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, ഓക്കെ, നമ്മുടെ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ നോക്കിയേ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ, 44 ഉള്ളത് 50 ആവുന്നുണ്ട്. സോ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. ബട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കുമ്പോൾ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എത്ര, ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 4.6 ഉള്ളത് എന്തായിട്ടുണ്ട്, 1.8% ആയിട്ടുണ്ട്. സോ മനസ്സിലാക്കുക, ദർ ഇസ് എ ട്രെൻഡ്, ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, മോർ ഓവർ സെയിം ആയിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ഇൻക്രീസ് ആവണം. ഇതൊരു കണക്ഷൻ ആണ് കേട്ടോ, ഒരു റിലേഷൻ ആണ്. എന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്താണ് ട്രെൻഡ് ഉള്ളത്, സെയിം ട്രെൻഡ് എവിടെ വരണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും വരണം. സോ ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുക ചെയ്യുന്നത്, ആൻഡ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. സോ ഇവിടെ ട്രെൻഡ് എന്താണ്, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ട്രെൻഡ് സംഭവിക്കുന്നത്. രണ്ടും സെയിം ഡിറക്ഷൻ ആണോ, അല്ല, ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്. സോ ട്രെൻഡ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് എ മിസ്സ്റ്റേറ്റ്മെന്റ്, റിസ്ക് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ചില കോസ്റ്റ് മിസ്ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ മനസ്സിലാക്കുക, നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണ്, ചില കോസ്റ്റ് മിസ്ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ആവുന്നുണ്ട്, അതേ സമയത്ത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ചില ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കാണാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലേ, ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കാണാൻ വേണ്ടി എടുക്കുന്ന കോസ്റ്റ് ആണ് എന്ത്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അപ്പൊ നമ്മൾ പറയുന്ന പോയിന്റ് എന്താ, ചില കോസ്റ്റ് ഓഫ് സെയിൽസ് മീൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ. അപ്പൊ നമ്മൾ പറയുന്ന പോയിന്റ് എന്താണ്, ചില കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് മിസ്ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. ചില ഡയറക്റ്റ് എക്സ്പെൻസിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് മിസ്ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് പറയാം. അപ്പോൾ ചില ഡയറക്റ്റ് എക്സ്പെൻസിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് മിസ്ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞത് എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണോ? ഒന്ന് കൺഫേം ചെയ്ത് ഗൈസ്, പറഞ്ഞ ക്ലിയർ ആയോ? ഒന്ന് കൺഫേം ചെയ്യോ കമന്റിൽ. ഓക്കെ, സോ എക്സ്പ്ലനേഷൻ നോക്കിയേ. ഓക്കെ, എക്സ്പ്ലനേഷൻ നോക്കി.
സോ ഇതൊരു ക്ലാസിക് പോയിന്റ് ആട്ടോ. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നൊന്നുമില്ല അവർ മിസ്ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നൊന്നുമില്ല. ഇത് നമ്മൾ ട്രെൻഡ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്താണ്. ട്രെൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ റിസ്ക് കണ്ടുപിടിച്ചത് കേട്ടോ, അല്ലാതെ ക്വസ്റ്റ്യനിൽ പറയുന്നൊന്നുമില്ല. അപ്പോ ഈ റേഷ്യോസ് വെച്ചിട്ട് നമ്മൾ ഓഡിറ്റ് റിസ്ക് കണ്ടുപിടിക്കില്ലേ? ഈ റേഷ്യോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓഡിറ്റ് റിസ്ക് കണ്ടുപിടിക്കില്ലേ? ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ഒരു സബ്ജക്ട് പറയാം. ഓക്കെ, നമ്മൾ റേഷ്യോസ് വെച്ചിട്ട് റേഷ്യോസ് ഉപയോഗിച്ചിട്ട് റേഷ്യോസ് നമ്മൾ ഓഡിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ? നമ്മൾ ഈ റേഷ്യോസ് നമ്മൾ ഓഡിറ്റിന്റെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ഈ അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ ഉപയോഗിക്കാറുണ്ട്. പ്ലാനിങ് സ്റ്റേജിൽ എന്തെല്ലാം ഉപയോഗിക്കുന്നത്? നമ്മൾ ഓഡിറ്റ് റിസ്ക് കണ്ടുപിടിക്കാൻ. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. റേഷ്യോസ് ഉപയോഗിച്ചിട്ട് ഓഡിറ്റ് റിസ്ക് കണ്ടുപിടിച്ചു. This is the purpose of analytical procedures in the planning stage. മനസ്സിലായോ? ഓക്കെ, ഓൾറൈറ്റ്. സോ നമ്മൾ ഓഡിറ്റ് റിസ്ക് ഏകദേശം നമ്മളൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് കംപ്ലീറ്റ് എക്സാം ടെക്നിക്ക് ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഇതാണ് നമ്മുടെ എക്സാം ടെക്നിക്സ്, കംപ്ലീറ്റ് എക്സാം ടെക്നിക്ക് ഇതാണ്. ഓൾസോ ഒരു കാര്യം കൂടെ, റെസ്പോൺസ് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഓഡിറ്റ് റിസ്ക് ഒന്ന് റെഫർ ചെയ്യുക. എന്താണോ ഓഡിറ്റ് റിസ്ക് ഒന്ന് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്താൽ മതി? റെസ്പോൺസ് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ, ആൻഡ് മനസ്സിലാക്കുക, ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എന്ന് പറയുന്നത് ദിസ് ഷുഡ് ബി റെലവെന്റ് ആയിരിക്കണം. നമ്മുടെ ഓഡിറ്റ് റിസ്ക് എന്താണോ അതിന് റെലവെന്റ് ആയിട്ട് വേണം എന്ത് ചെയ്യാണ്? റെസ്പോൺസ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഇന്ന് ഞാൻ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞ ടെസ്റ്റ് നമുക്ക് നാളെ ചെയ്യാം. ബേസിക്കലി ടെസ്റ്റ് കൊണ്ട് കുറച്ച് MCQs ആണ്. ആൻഡ് ഈ MCQs ചെയ്താൽ എനിക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഏത് ഏരിയ ആണ് വീക്ക്നെസ് ഉള്ളത്. ലൈക്ക് നമ്മുടെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്, ഇതിൻ്റെയൊക്കെ അണ്ടർലൈങ് അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾക്കും ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഈ കാര്യങ്ങൾ അറിയാമെന്നുള്ള ഒരു അസസ്മെന്റ് നടത്താൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഓഡിറ്റ് റിസ്ക് ആണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തത്. നാളെ നമുക്ക് കുറച്ച് MCQസും ഇന്റേണൽ കൺട്രോൾസും കവർ ചെയ്യാൻ നോക്കാം. അതിൻ്റെ എക്സാം ടെക്നിക്സ് നോക്കാം. ഓൾസോ കുറച്ച് MCQസും നമുക്ക് നോക്കാം. റൈറ്റ്, സോ ലെറ്റ്സ് ഫൈൻഡ് അപ്പ് ഗൈസ്. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ്സിൽ പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അടുത്ത സെഷൻസിൽ അത് പ്ലാൻ ചെയ്യാൻ പറ്റും. എനി കൺസേൺസ്? അല്ല, ഓക്കെ ആണോ? ഒന്ന് കൺഫേം ചെയ്തേ എല്ലാവരും. ഒന്ന് ഒരു തംസപ്പോ അല്ലെങ്കിൽ ഒന്ന് കൺഫേം ചെയ്തേ. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? ഓക്കെ, സോ നാളെ 7 o'clock നമുക്ക് എന്ത് ചെയ്യാം? Day 2 കണ്ടിന്യൂ ചെയ്യാം. സോ എല്ലാവരും നാളെ ജോയിൻ ചെയ്യണം. So we will meet tomorrow. Okay, tomorrow at 7 p.m. Okay. So നാളെ നമുക്ക് ഇന്റേണൽ കൺട്രോൾസിന്റെ എക്സാം ടെക്നിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. All right, guys. Okay. Bye bye. See you tomorrow. Good night.